സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ പഠിപ്പിച്ചു തന്ന യഥാർത്ഥമായ വിശ്വാസങ്ങളിൽ നിന്ന് മനുഷ്യൻ്റെ ശ്രദ്ധ തിരിച്ചുവിടുകയും പിൽക്കാലങ്ങളിൽ ആരുടെയൊക്കെയോ കരങ്ങളിലൂടെ കെട്ടിയുണ്ടാക്കപ്പെട്ട ചില കൃതികളിലൂടെയാണ് ആത്മീയ മോക്ഷം നേടുവാൻ കഴിയുക എന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുള്ള മുഹീദ്ദീൻ മാലയിലെ ചില പരാമർശങ്ങളാണ് നമ്മളിപ്പോൾ ചർച്ചക്കെടുത്തിട്ടുള്ളത്. കേരളീയ മുസ്ലിമീങ്ങളെ ആത്മീയതയുടെ ഉന്നതിയിലേക്ക് കൈപിടിച്ചുയർത്തിയത് ഒരു കാലഘട്ടത്തിൽ ഈ മാലയാണെന്നും ഇതിന് ശോഷണം സംഭവിച്ചതിലൂടെ ജനങ്ങളുടെ ആത്മീയ രംഗം പാടെ തകർന്നിരിക്കുകയാണ്. അതുകൊണ്ട് മൂല്യവത്തായ ഒരു സമൂഹത്തിൻ്റെ പുനഃസൃഷ്ടിക്ക് വേണ്ടി ജനങ്ങളെല്ലാം ഇപ്പോൾ ഒരൽപ്പം അശ്രദ്ധയിലായ മുഹീദ്ദീൻ മാലയുടെ പഠനങ്ങളിലേക്ക് അവർ മടങ്ങിവരണം, അവരെ തിരിച്ചു കൊണ്ടുവരണം എന്ന ശക്തമായ പ്രചരണവുമായി നമ്മുടെ കേരളത്തിൽ ഈ കൃതിയുടെ 400-ാം വാർഷികം ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന വേളയാണിത്. ഞാൻ ഈ വിഷയം ആരംഭിച്ചത് മുതലും അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴെല്ലാം ആമുഖമായി പറയാനുള്ള കാര്യം തന്നെയാണ് എനിക്കിന്നും എൻ്റെ ബഹുമാന്യ ശ്രോതാക്കളോട് പറയാനുള്ളത്. ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ കൃതികളെടുത്തുകൊണ്ട് അവരെ പരിഹസിക്കുക എന്നത് നമ്മുടെ ലക്ഷ്യമല്ല. ഈ കൃതിയെ ഖുർആനിന് സമാനമായി കരുതുന്ന, ഇതിലെ ആശയങ്ങൾ തികച്ചും വിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിലാണെന്ന് കൃത്യമായി പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു പരിതസ്ഥിതിയിൽ, അല്ല സഹോദര, നിങ്ങൾ ഈ കൈകാര്യം ചെയ്യുന്ന ഈ കൃതി ഏറെ അബദ്ധങ്ങളുടെ ഒരു ഏടാകൂടമാണ്. അത് വിശ്വസിക്കുന്നത് നമ്മുടെ യഥാർത്ഥ വിശ്വാസത്തിന് ഹാനി വരുത്തും. അത് ചൊല്ലുന്നതും അതിലടങ്ങിയ കാര്യങ്ങൾ വിശ്വസിക്കുന്നതും നമ്മുടെ പരലോകത്തിൻ്റെ വിജയത്തെ അത് നഷ്ടപ്പെടുത്തും. അതുകൊണ്ട് അരുത് സഹോദര, നിങ്ങൾ ഈ രൂപത്തിലുള്ള കൃതികളിൽ നിന്ന് മടങ്ങൂ. ഒരു തെറ്റുകളും സംഭവിച്ചിട്ടില്ലാത്ത അർഹമുർ-റാഹിമീനായ അല്ലാഹു നമുക്ക് നേർമാർഗത്തിനായി അവതരിപ്പിച്ചു തന്നിട്ടുള്ള പരിശുദ്ധ ഖുർആനിൻ്റെയും അതിന് വ്യാഖ്യാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന അവിടുത്തെ തിരുചര്യകളുടെയും പ്രശാന്തമായ തീരത്തേക്ക് ജനങ്ങളെ നിങ്ങൾ മടങ്ങി വരൂ എന്ന ഏറ്റവും വലിയ ആശയും പ്രതീക്ഷയുമാണ് ഇസ്ലാമിക പ്രബോധകന്മാർ ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അവരുടെ മനസ്സിലെന്നും തെളിഞ്ഞു നിൽക്കുന്നത്. ആ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ എപ്പോഴും നിലനിർത്തിക്കൊണ്ട് വേണം നിങ്ങൾ ഈ വിഷയത്തെ സമീപിക്കാൻ എന്നാണ് എനിക്ക് എപ്പോഴും പറയാനുള്ളത് പോലെ ഈ അവസരത്തിലും എൻ്റെ ശ്രോതാക്കളോട്, എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളോട് ഉണർത്തുവാനുള്ളത്. നമുക്ക് പരലോകത്ത് രക്ഷപ്പെടണമെങ്കിൽ അതിന് അള്ളാഹു അവൻ്റെ ദൂതനിലൂടെ അറിയിച്ചു തന്ന രക്ഷാസരണിയെ മുറുകെ പിടിക്കലല്ലാതെ നിവൃത്തിയില്ല. അവനിലേക്കടുക്കാൻ നമുക്ക് കുറുക്കുവഴികളൊന്നുമില്ല. തെളിഞ്ഞ പാതയാണ്, യഥാർത്ഥമായ സലഫുസ്സാലിഹികൾ വെട്ടിത്തെളിയിച്ചു തന്ന ശുദ്ധമായ പാതയാണ് മോക്ഷത്തിൻ്റെ മാർഗം. അതല്ലാതെ പിൽക്കാലത്ത് ചില ആളുകൾ കെട്ടിയുണ്ടാക്കിയ കൃതികളിലാണ് മോക്ഷം കുടിക്കൊള്ളുന്നത് എന്നാരെങ്കിലും പ്രചരിപ്പിക്കുന്നുവെങ്കിൽ എത്രയും വേഗം അവരെ തിരിച്ചറിയുകയും അവരുടെ മായാവലയത്തിൽ പെട്ടിട്ടുള്ള നമ്മുടെ ബന്ധുമിത്രാദികളെ, സഹോദരങ്ങളെ, അവരെ ഈ കാര്യം പറഞ്ഞു ബോധ്യപ്പെടുത്തുകയും ചെയ്യൽ നമ്മുടെ ഈമാനിൻ്റെ ഭാഗമാണ്. അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ആ നിലക്ക് നിങ്ങൾ കാര്യങ്ങൾ ഇനിയും ഈ മാലയെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നും പറയുന്നത് ആത്മീയോന്നതി നേടാൻ ഈ മാലയിലേക്ക് മടങ്ങൂ ജനങ്ങളെ എന്ന ആഹ്വാനമാണ് ഉത്തരവാദപ്പെട്ട ആളുകൾ ഔദ്യോഗിക തലത്തിൽ തന്നെ എഴുതുകയും പറയുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
കുറേ കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെയായി നിങ്ങൾ ഈ കൃതിയിൽ നിന്ന് മനസ്സിലാക്കുകയുണ്ടായി. എത്രമാത്രം അബദ്ധങ്ങളിലേക്കാണ് നമ്മുടെ ഉമ്മപെങ്ങന്മാരെ, സഹോദരന്മാരെ ഈ കൃതി കൊണ്ടുപോകുന്നത് എന്നറിയാൻ ഇതിലുള്ള വരികൾ എല്ലാം ഒരു പരിശോധനക്ക് നാം വിധേയമാക്കിയിട്ടില്ല. ഏതാനും ചില കാര്യങ്ങളെ നമ്മുടെ ശ്രദ്ധയിൽ പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. നിങ്ങൾ നോക്കൂ, ഇതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ശൈഖ് അവറുകളുടെ കറാമത്തായിക്കൊണ്ട് നമ്മുടെ സഹോദരങ്ങൾ പാടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വരികൾ കേട്ടോളൂ. കഅബാനെ ചുറ്റുവാൻ കുത്തുബാണോരെല്ലാരും കഅബം തവാഫന്നെ താൻ ചെയ്യുമെന്നോവർ. പരിശുദ്ധ കഅബയെ തവാഫ് ചെയ്യുന്ന എല്ലാ കുത്തുബുകളും ഞാനാകുന്ന കഅബയെ തവാഫ് ചെയ്യുന്നവരാണ്. ഈ വരി ഇതിന് ഈ നിലക്കല്ല അർത്ഥം, ഇതിന് പല വ്യാഖ്യാനങ്ങളുമുണ്ട് എന്ന് ഈ മാലക്ക് ആധികാരികമായി വ്യാഖ്യാനം എഴുതിയ മുസ്ലിയാർ സമർത്ഥിക്കുകയാണ്. പരിശുദ്ധ കഅബ ശൈഖ് അവറുകളെ ഇങ്ങോട്ട് ചുറ്റും എന്നാണ് പറയുന്നത്. എല്ലാ ആളുകളും പോയി പരിശുദ്ധ കഅബാലയത്തെ തവാഫ് ചെയ്യലാണ്. എന്നാൽ ഇത് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം വിശ്വസിക്കാൻ ബാധ്യസ്ഥനാവുകയാണെന്ന് പരിശുദ്ധ കഅബ ഔലിയാക്കളെ ഇങ്ങോട്ട് തവാഫ് ചെയ്യും എന്ന്. അഥവാ കഅബയുടെ സ്ഥാനത്ത് ഔലിയാക്കൾ നിൽക്കും. എന്നിട്ട് ഔലിയാക്കൾ കഅബയാകും. കഅബ സിയാറത്തിന് വരുന്ന ഒരു ഹാജിയുടെ റോളിലേക്ക് മാറും. എന്നിട്ട് ഈ വലിയനെ കഅബ ഇങ്ങോട്ട് ചുറ്റുന്ന അവസ്ഥയുണ്ടാകും. മാത്രമല്ല, ഔലിയാക്കളുടെ പ്രദേശത്തേക്ക് ഇങ്ങോട്ട് വരാൻ കഴിയാത്ത വലിയനെ സിയാറത്ത് ചെയ്യാൻ കഅബ അങ്ങോട്ട് പോകുമെന്ന് പോലും ഈ കൃതിയൊക്കെ പ്രചരിപ്പിക്കുകയാണ്. നമ്മുടെ സമുദായം എവിടെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കേവലം ഒരു മാലപ്പാട്ടിനെ വിമർശിക്കുന്നതിലപ്പുറം നമ്മുടെ സമുദായത്തിന്റെ ദുര്യോഗം അക്ഷരാഭ്യാസത്തിൽ നിന്നും തുടങ്ങി കമ്പ്യൂട്ടർ യുഗത്തിലെത്തി വലിയ വലിയ വിജ്ഞാനത്തിന്റെ വിസ്ഫോടനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഞങ്ങൾ എത്തി എന്ന് പറയുന്ന ഈ സമുദായം ഏതൊരു അധപ്പതനത്തിന്റെ ചളിക്കുണ്ടിലാണ് ഇന്നും അമർന്നു കിടക്കുന്നതെന്ന് അറിയാനാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാനിത് കൊണ്ടുവരുന്നത്. ഈ ആൾ ഈ വരിയെ വ്യാഖ്യാനിക്കുന്നത് നോക്കൂ. ഈ രണ്ട് വരികൾ വിശദീകരണങ്ങൾ 3 എന്നാണ് പറയുന്നത്. 3 നിലയ്ക്ക് വരികളെ വിശദീകരിക്കാം. ഒന്ന്, പരിശുദ്ധ കഅബയെ തവാഫ് ചെയ്യുന്ന എല്ലാ കുത്തുബുകളും ഞാൻ എന്ന കഅബയെ തവാഫ് ചെയ്യുന്നവരാണ്. ശൈഖ് ജീലാനി പറയുകയാണ്, പരിശുദ്ധ കഅബയെ തവാഫ് ചെയ്യുന്ന എല്ലാ കുത്തുബുകളും ഞാൻ എന്ന കഅബയെ തവാഫ് ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. എന്താ വിശദീകരിക്കുന്നത്? ഇയാൾ പറയാണ്, ഓരോ വർഷവും ഹജ്ജും സിയാറത്തും ചെയ്യുന്ന മഹാത്മാക്കളായ കുത്തുബുകൾ ഈ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ശൈഖ് അവറുകളുടെ ഖബറും സന്ദർശിക്കുന്നുണ്ട്. ജീവിതകാലത്ത് സന്ദർശിച്ചിരുന്ന പോലെ തന്നെ ഇഷ്ടദാസന്മാരായ കുത്തുബുകൾക്ക് ഇങ്ങനെ സന്ദർശിക്കുന്നതിന് ഭൗതികമായ തടസ്സങ്ങളൊന്നും ഉണ്ടാകില്ല. അതിനാൽ അവർക്കെല്ലാവർക്കും ഏത് സമയത്തും ബഗ്ദാദിലെത്തി ശൈഖ് അവറുകളെ സന്ദർശിക്കാം. ഇതാണ് എല്ലാ കുത്തുബുകളും എന്നെ സന്ദർശിക്കുന്നു എന്ന് ശൈഖ് അവറുകൾ പറഞ്ഞത്. മൂപ്പര് പറയാണ്, ഫയാ മഅ്ശറൽ അഖ്താബി ലുമ്മൂ ലിഹദ്റതി വതൂഫൂ ബിഖനാതി വയസ്ഉ ലിഅർകാനി. മുഹീദ്ദീൻ ശൈഖ് പറഞ്ഞു പോലും ഔലിയാക്കളെ വിളിച്ചുകൊണ്ട്, ഹേ കുത്തുബുകളുടെ സമൂഹമേ, നിങ്ങൾ എൻ്റെ സന്നിധിയിൽ ഇറങ്ങൂ, എൻ്റെ സത്രത്തിൽ നിങ്ങൾ തവാഫ് ചെയ്യൂ, എൻ്റെ ഖബറിനെ നിങ്ങൾ തവാഫ് ചെയ്യണമെന്നാ പറയുന്നത്. ശൈഖ് ആവശ്യപ്പെട്ടു പോലും. മാത്രമല്ല ശൈഖ് പറഞ്ഞിട്ടുണ്ട് പോലും, ലരീഹിയ ബൈത്തുല്ലാഹി മൻ ജാഅ സാറഹു ബിഹർവലത്തിൻ തുഹ്ളാ ബിഇസ്സിൻ വരിഫഅതി. ശൈഖ് ജീലാനി പറയുകയാണ് പോലും, ലരീഹിയ, എൻ്റെ ഖബർ, ഞാൻ എൻ്റെ വിശ്രമം കൊള്ളുന്ന എന്നെ മറമാടപ്പെട്ട എൻ്റെ ഖബർ, ബൈത്തുല്ലാ, അത് അള്ളാഹുടെ വീടാണ്. അതുകൊണ്ട് മൻജാ അസാറഹു, ആരെങ്കിലും എൻ്റെ ആ ഖബറിനെ സിയാറത്ത് ചെയ്താൽ, ബിഹർവലത്തിൻ തുഹ്ളാ ബിഇസ്സിൻ വരിഫഅതി, അവന് ധാരാളക്കണക്കിന് ഇസ്സത്തും പ്രതാപവും ഔന്നത്യവുമെല്ലാം കരസ്ഥമാകുന്നതാണ്. അള്ളാഹുടെ വീടാണ്. അതുകൊണ്ട് അത് നിങ്ങൾ തവാഫ് ചെയ്യണം
എൻ്റെ പ്രത്യേകമായ സ്ഥലങ്ങളിൽ നിങ്ങൾ സഅയ് നടത്തണം എന്നൊക്കെ ജീലാനി പറഞ്ഞു എന്ന കുഫറിൻ്റെതായ അന്ധവിശ്വാസത്തിന്റെ കാര്യത്തിലേക്കാണ് ഇത് വിശദീകരിച്ചു കൊണ്ടുപോകുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, രണ്ടാമത്തെ വ്യാഖ്യാനം. ഈ വരിക്ക് രണ്ടാമത്തെ വ്യാഖ്യാനം പറയുന്നു, ഞാനടക്കമുള്ള എല്ലാ കുത്തുബുകളും കഅബയെ തവാഫ് ചെയ്യുന്നു, എന്നാൽ ഞാൻ കഅബയാണ്. ഞാനടക്കമുള്ളവരൊക്കെ കഅബയെ തവാഫ് ചെയ്യുന്നു, ഞാൻ തന്നെ കഅബയാണ്. അപ്പോഴോ ഞാൻ എന്നെ തന്നെ തവാഫ് ചെയ്യുന്നു. ഞാൻ കഅബയെ തവാഫ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? ഞാൻ തന്നെ കഅബയാണ്, അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ തവാഫ് ചെയ്യുന്നു. ഇതാണ് രണ്ടാമത്തെ വ്യാഖ്യാനം. എല്ലാം പൊട്ടത്തരാണ്. ഇനി മൂന്നാമത്തെ വ്യാഖ്യാനം കേട്ടോളൂ. എല്ലാ കുത്തുബുകളും കഅബയെ തവാഫ് ചെയ്യുന്നു, കഅബ എന്നെ തവാഫ് ചെയ്യുന്നു. ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളും കഅബയെയാണ് തവാഫ് ചെയ്യുന്നത്. എന്നാൽ കഅബയുടെ പണി എന്താണ്? എന്നെ തവാഫ് ചെയ്യലാണ്. അപ്പൊ കഅബ എന്നെ തവാഫ് ചെയ്യും, വേറുള്ളവരൊക്കെ കഅബയെ പോയി തവാഫ് ചെയ്യും. ഇതാണ് ഇതിന്റെ അർത്ഥം. ഇതാണ് പറഞ്ഞത്, കഅബാനെ ചുറ്റുവാൻ കുത്തുബാണോരെല്ലാരും കഅബം തവാഫ് എന്നെ താൻ ചെയ്യുമെന്നോവർ. അപ്പൊ കഅബ മൂപ്പരങ്ങോട്ട് വന്ന് തവാഫ് ചെയ്യും എന്നാണ്. ഇത് ഇവർക്ക് മാത്രമൊന്നുമല്ല, ജീലാനിക്ക് മാത്രമൊന്നുമല്ല, ഇവരുടെ പല ഹോജാക്കന്മാർക്കും ഈ പരിപാടി ഉണ്ട് എന്നാണ്. എന്ത്? ഇവർ കഅബനെ അങ്ങോട്ട് തവാഫ് ചെയ്യലല്ല, കഅബ വരങ്ങോട്ട് തവാഫ് ചെയ്യും. മാത്രല്ല ഒരു ഔലിയ പറഞ്ഞത്, ജാമിഉ കറാമാത്തിൽ ഔലിയ എന്ന് പറയുന്ന ഖുറാഫാത്തിന്റെ ഹെഡ് ഓഫീസായ ഒരു കിതാബുണ്ട്. അതില് മൂപ്പര് പറയാണ്, ഒരു ഔലിയ പറയുകയാണ്, അവകാശപ്പെടുകയാണ്, റഅയ്തുൽ കഅബത്തൽ മുതഹ്ഹറ, പരിശുദ്ധ കഅബാലയത്തെ ഞാൻ കണ്ടു, തതൂഫു ബി, കഅബ എന്നെ തവാഫ് ചെയ്യുന്നതായി ഞാൻ കണ്ടു, തശ്രീഫൻ മിൻഹു തആല വ തക്രീമൻ ലീ, അല്ലാഹ് എന്നെ ആദരിച്ചുകൊണ്ട് എനിക്ക് ബഹുമാനം എന്ന നിലക്ക് ആ കഅബയതാ എന്നെ തവാഫ് ചെയ്യുന്നു. അപ്പൊ കഅബയെക്കാണ് വലിയ പവിത്രതയുള്ള ഔലിയുണ്ട്. അവിടെയാണ് ചെന്നാ പിന്നെ മൂപ്പരവിടെ നിന്നൊടുക്കല, കഅബ ഇങ്ങോട്ട് തവാഫ് ചെയ്യലാണ്. നോക്കണം സഹോദരന്മാരെ, നമ്മുടെ സമൂഹം എവിടെ എത്തി ഞങ്ങൾ ചിന്തിക്കണ്ട്. ഇനിയും കേട്ടോളൂ, ഇനിയും ഇദ്ദേഹം ഈ കിതാബിൽ പറയാണ്, മസ്തഹറാൻ കസീരിൻ മിനൽ ഫുഖഹാഇ വഗൈരിഹിം, ധാരാളം പണ്ഡിതന്മാരിൽ നിന്ന് പ്രസിദ്ധമായ കഥയാണ് പോലും, കുറച്ചാളൊന്നല്ല, ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടത്രേ. അന്നൽ കഅബത്തൽ മുഅല്ലമ, പരിശുദ്ധ കഅബയെ അത് ശൂഹിദത്ത് തതൂഫു ബിജമാഅത്തിൻ മിനൽ ഔലിയാഇ, ധാരാളക്കണക്കിന് ഔലിയാക്കന്മാരെ ഈ കഅബ ഇങ്ങനെ തവാഫ് ചെയ്യുന്നു. കഅബ തന്നെ ധാരാളം ഔലിയാക്കന്മാരെ തവാഫ് ചെയ്യുന്നത് നേരിട്ട് കണ്ട പല മഹാന്മാരുമുണ്ട് എന്നാണ്. ഇതൊക്കെ പഴയ കാലത്തല്ലേ, ഇപ്പൊ ഞങ്ങൾക്ക് ആ വിശ്വാസമൊന്നുമില്ല എന്ന് പറയുന്ന ചില കക്ഷികൾ ഉണ്ടായേക്കാം. എന്നാ നിങ്ങൾ കേട്ടോളൂ, ഈ കാണുന്നത് അൽ ഇർഫാദ് മാസികയാണ്. അപ്പൊ നിങ്ങൾ നോക്കൂ, ഈ അൽ ഇർഫാദ് മാസികയിലെ മാർച്ച് ലക്കം 2008 മാർച്ച് ലക്കത്തിൽ കേട്ടോളൂ. എന്താ അതിൽ പറയുന്നത്? ഒരു കഥയാണ്, ദൈവത്തിലേക്കുള്ള പ്രയാണ വേഗത. കേട്ടോളൂ ആ കഥ. ഒരിക്കൽ ഇബ്രാഹിം ഇബ്നു അദ്ഹം കഅബ സന്ദർശിക്കാൻ മക്കയിലേക്ക് പുറപ്പെട്ടു. ഒരു സൂഫിയാണ് ഇബ്രാഹിം ഇബ്നു അദ്ഹം. അയാൾ കഅബ സന്ദർശിക്കാൻ മക്കയിലേക്ക് പുറപ്പെട്ടു. നടന്നായിരുന്നു യാത്ര, നടന്നാ പോണത്. ഓരോ കാൽവെപ്പിലും സുജൂദ് ചെയ്തുകൊണ്ടായിരുന്നു നടത്തം. ഓരോ കാലടി വെക്കുമ്പോഴും മൂപ്പര് ഓരോ സുജൂദ് ചെയ്യും. ഇക്കോലത്തിൽ മക്കത്ത് എത്തിക്കിട്ടാൻ കാലം കുറെ പിടിക്കൂലേ, അങ്ങനെ സുജൂദ് ചെയ്തിട്ടാണ് മൂപ്പര് പോണത്. നടത്തം അതികഠിനമായ ആ യാത്ര 14 വർഷം കൊണ്ടാണ് അദ്ദേഹത്തിന് പൂർത്തിയാക്കാനായത്. അങ്ങനെ 14 കൊല്ലെടുത്തു മൂപ്പര് ഓരോ അടി വെക്കുമ്പോൾ ഓരോ സുജൂദ് ചെയ്ത് മക്കത്ത് കണ്ടെത്താൻ. അങ്ങനെ മക്കത്തെത്തി. എന്നിട്ടോ നിരന്തരമായ സുജൂദിനൊടുവിൽ 14ാമത്തെ വർഷം അദ്ദേഹം കഅബയുടെ സമീപത്തെത്തി. അങ്ങനെയൊക്കെ 14 കൊല്ലം പ്രയാസം സഹിച്ച അദ്ദേഹം കഅബയുടെ സമീപത്തെത്തിയപ്പോൾ അത്ഭുതകരം, അവിടെ കഅബ കാണാനുണ്ടായിരുന്നില്ല. എത്തി നോക്കുമ്പോ കഅബ അവിടെ ഇല്ലേനു. ഇതിനെ പോയി പാടുപെട്ട് 14 കൊല്ലം അങ്ങനെ നടന്നു, സുജൂദ് ചെയ്തൊക്കെ അങ്ങനെ പോയി പ്രയാസപ്പെട്ട് കഅബത്തിന്റെ അടുത്ത് എത്തി നോക്കുമ്പോ അവിടെ കഅബല്ല. 2008 മാർച്ചിലെ ഖുറാഫിയ എഴുതണട്ടോ. നോക്കണത് പണ്ടത്തെ കഥയും പണ്ടത്തെ കിതാബൊന്നൊന്നല്ല. മനസ്സിലാക്കണം, എന്തിനാ ഇപ്പോഴും മാല പാടുന്നത്? എന്തിനാ ഇപ്പോഴും നിങ്ങൾ ഇതൊക്കെ വിഷയമാക്കുന്നത്? എന്തിനാ നിങ്ങൾ ഇപ്പോഴും ഈ കൃതിയെ പറ്റിയൊക്കെ പറയുന്നത് എന്ന് ചോദിക്കുന്ന മാന്യന്മാരില്ലേ? അവർ മനസ്സിലാക്കാനാണ് ഈ സമൂഹത്തിന്റെ മുമ്പിൽ
വിനീതരായ പ്രബോധകന്മാർ ഇന്നും ഈ വിഷയങ്ങൾ എടുത്തുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2008 മാർച്ചിലെ വായനക്കാരന്റെ ഹൃദയത്തിലേക്ക് അടിച്ചുവിട്ട അബദ്ധമാണ് ഈ കേൾപ്പിക്കുന്നത്. കേട്ടോളൂ. അങ്ങനെ കഅബ അവിടെ കാണാനില്ല. അതേ സമയത്ത് തന്നെ കഅബ സന്ദർശിക്കാൻ വന്നിരുന്ന സൂഫി വനിത റാബിയ ബസ്രിയെ സ്വീകരിക്കാൻ കഅബ അങ്ങോട്ട് പോയതായിരുന്നു. അതാ പ്രശ്നം. കഅബ എന്തേ അവിടെ ഇല്ലാഞ്ഞത്? ആ കാലത്ത് തന്നെ കഅബ സന്ദർശിക്കാൻ വന്നിരുന്ന ഒരു സൂഫി വനിത റാബിയാനെ സ്വീകരിക്കാൻ കഅബ അങ്ങോട്ട് പോയിക്കാണ്. റാബിയ പുറപ്പെട്ടിട്ടുണ്ട് അവിടുന്ന് ബസറയിൽ നിന്ന്. റാബിയ പുറപ്പെട്ടപ്പോ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് കഅബ പോയിരിക്കുക. അപ്പോഴാ മനുഷ്യൻ അവിടെ എത്തുന്നത്. അപ്പൊ റാബിയത്താത്താനെ സ്വീകരിക്കാൻ വേണ്ടി കഅബ പോയിക്കണ്. അതുകൊണ്ട് അവിടെ കഅബ കാണാനില്ല. ഇത് കണ്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം വിസ്മയിച്ചിരുന്നു പോയി. വിസ്മയിക്കാതിരിക്കോ? വിസ്മയിച്ചിരുന്നു പോയി. നിൽക്കാൻ കഴിയൂല്ലോ, ഇരിക്കല്ല, ബോധം കെടും. അങ്ങനെ വിസ്മയിച്ചിരുന്നു പോയി. കാരണം 14 വർഷം ഓരോ കാൽവെപ്പിലും പ്രണമിച്ച് വന്ന അഥവാ സുജൂദ് ചെയ്ത് വന്ന തന്നേക്കാൾ വലിയ എന്ത് നന്മയാണ് ആ മഹദി ചെയ്തിട്ടുണ്ടാവുക? ഞാൻ ഇത്രയൊക്കെ പ്രയാസപ്പെട്ടിട്ടല്ലേ ഇങ്ങോട്ട് വന്നത്. അപ്പൊ എന്നെക്കാണൊരു മഹത്വം ആ മഹദിക്ക് ഉണ്ടാവുമല്ലോ. ഇത്രയൊക്കെ പ്രയാസപ്പെട്ട് വന്ന് എന്നെ സ്വീകരിക്കാൻ കഅബ വന്നില്ലാന്ന് മാത്രല്ല, ഇങ്ങോട്ട് വന്ന് നോക്കുമ്പോ സ്ഥലത്ത് പോലും ഇല്ല. എന്നിട്ട് എവിടുന്നോ പുറപ്പെട്ടൊരു റാബിയാനെ സ്വീകരിക്കാൻ കഅബ പോവും ചെയ്തിരിക്കുന്നു. അപ്പൊ എന്തായിരിക്കും എന്നേക്കാൾ ആ മഹദിക്കുള്ള ഒരു ഗുണം? അത് ചിന്തിച്ച് ഇദ്ദേഹം ഇങ്ങനെ ചിന്താകുലനായിട്ട് ഇങ്ങനെ ഇരിപ്പാണ്. അദ്ദേഹം കാത്തുനിന്നില്ല, നേരെ റാബിയയോട് തന്നെ ചെന്ന് ചോദിച്ചു. റാബിയാനെ തെരഞ്ഞുപോയി റാബിയ താത്താടെ ഇരുത്തെത്തിയിട്ട് ചോദിച്ചു, റാബിയ താത്ത, എന്താ നിങ്ങൾക്ക് ഇന്നെ കാണാൻ പോരിശ? ഞാൻ 10-14 കൊല്ലായാലും നടന്നിട്ട് ഇങ്ങോട്ട് ഓരോ സുജൂദും ചെയ്ത് ഇവിടെ എത്തിയിട്ട് ഇവിടെ നോക്കുമ്പോൾ കഅബല്ല. നിങ്ങളവിടുന്ന് പുറപ്പെട്ട വിവരം കിട്ടിയപ്പോഴൊക്കെ കഅബ നിങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി പ്രത്യേകം ആളായിട്ട് പോന്നിരിക്കുന്നല്ലോ. എന്താ നിങ്ങളെ പ്രത്യേകത എന്നാണ് ചോദ്യം. അതിന് അവർ കൊടുത്ത മറുപടി കേട്ടോളി. സ്വർഗത്തിനും നരകത്തിനും അപ്പുറം അള്ളാഹുവിനോട് അവനെയൊഴികെ മറ്റൊന്നും പ്രതീക്ഷിക്കാതെയുള്ള അനുരാഗ രഹസ്യത്തെ കുറിച്ച് റാബിയ പറഞ്ഞപ്പോൾ ഇബ്രാഹിം ഇബ്നു അദ്ഹമിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എനിക്കുള്ള പ്രത്യേകത, ഞാൻ സ്വർഗത്തിനും നരകത്തിനും വേണ്ടിയൊന്നും അല്ല ഇബാദത്തെടുക്കല്. ഞാൻ ഇബാദത്തെടുക്കല് അള്ളാനൊഴികെ മറ്റാരും പ്രതീക്ഷിക്കാതെ അള്ളാഹ്ക്ക് മാത്രം, അള്ള മാത്രം എൻ്റെ മനസ്സിലുള്ളൂ. ഞാൻ സ്വർഗത്തെ പറ്റി ആശിക്കാറില്ല, നരകത്തെക്കുറിച്ച് പേടിക്കാറില്ല. അതൊന്നും യഥാർത്ഥ ആളുകൾക്ക് പറഞ്ഞതല്ല. അതൊക്കെ ഈ സാധാരണക്കാരുടെ പരിപാടിയാണ്. എന്ത്? സ്വർഗം മോഹിച്ച് അമലിയ, നരകം പേടിച്ച് അമലിയ. നമ്മൾ സ്വർഗവും നരകമൊക്കെ നമ്മൾക്ക് നോർ മൈൻഡാണ്, അതൊന്നൊരു വിഷയമല്ല. നമ്മൾ അള്ളാനെ മാത്രമേ നമ്മൾ മനസ്സിൽ കാണുള്ളൂ. ഇത് പറഞ്ഞപ്പോൾ ഇബ്രാഹിം ഇബ്നു അദ്ഹമിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അത്യുന്നത വിജയത്തിന്റെയും ഔത്കൃഷ്ട്യത്തിന്റെയും രഹസ്യ താക്കോൽ ദിവ്യാനുരാഗമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. കേട്ടോ? അപ്പോ എനിക്ക് അള്ളാനോടുള്ള അനുരാഗം ഉണ്ടായിട്ടില്ല, റാബിയൊക്കെ അത് ഉണ്ടായിട്ടുള്ളൂ. കാരണം ഞാൻ പലപ്പോഴും സ്വർഗത്തെ മോഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ തഖ്വ പോരാ, അതുകൊണ്ട് എന്നെ സ്വീകരിക്കാൻ കഅബ വന്നില്ല. ഞാൻ എത്തിയോടത്തും കഅബല്ല. റാബിയത്താത്ത അങ്ങനെയല്ല, റാബിയ അള്ളാനെ മാത്രമേ ഓർത്തിട്ടുള്ളൂ, സ്വർഗവും നരകമൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. അതുകൊണ്ട് അത്രയും വലിയ മഹത്വമുണ്ട്. അതുകൊണ്ട് അവരെ സ്വീകരിക്കാൻ അങ്ങോട്ട് പോയി. നോക്കണം, ഇത് 2008 മാർച്ചിൽ അൽ-ഇർഫാദിലെ 20ാമത്തെ പേജിൽ വന്നൊരു കഥയാണ്. ഈ സമുദായം എവിടെയാണ്? ഇവരെയാ നമുക്ക് നന്നാക്കാനുള്ളത്. ഇത് വിശ്വസിക്കാണ്. കഅബ വരെ സന്ദർശിക്കാൻ അങ്ങോട്ട് പോകും. അപ്പൊ ഇവർക്കൊരു മസലയൊക്കെ ഇവർ ചർച്ച ചെയ്യുന്നുണ്ട്. കഅബ ഔലിയാക്കന്മാരെ സന്ദർശിക്കാൻ പോകുമ്പോ സാധാരണ നമ്മൾ നിസ്കരിക്കുമ്പോൾ തിരിയണ കഅബ സ്ഥലത്തില്ലല്ലോ. അപ്പൊ നമ്മൾ എങ്ങോട്ടാ തിരിയാന്ന് വരെ മസലയാണ്. ഭയങ്കര ചൂട് പിടിച്ച ചർച്ചയാണ് ഇവരെ ആലിമീങ്ങൾക്കിടയിൽ. എന്ത്? കഅബ അങ്ങനെ ഔലിയാക്കന്മാരെ സന്ദർശിക്കാൻ പോയാല് ലോക മുസ്ലിമീങ്ങളെ തിരിഞ്ഞിട്ട് ആ നേരത്തെ നിസ്കരിക്കണ്ടോ. അപ്പൊ അവരവസാനം ഒരു കാര്യം പറഞ്ഞത് നന്നായി. എന്താ പറഞ്ഞത്? പണ്ട് തിരിഞ്ഞോടത്തേക്ക് തന്നെ തിരിഞ്ഞാ മതി. അതേതായാലും നന്നായി. അതുകൊണ്ട് മനുഷ്യന്മാരെ നിസ്കാരം പാസലാവൂലല്ലോ. അപ്പൊ എന്നാലും ഇവരുടെ വിശ്വാസം നോക്കി നിങ്ങൾ, കഅബ അത് നിൽക്കുന്ന സ്ഥാനത്തു നിന്നാണ് പോകും. ഇങ്ങനെ ഇവരൊക്കെ സന്ദർശിക്കാൻ വേണ്ടി പോകും എന്നാണ് ഇവരൊക്കെ അവകാശവാദം. സഹോദര, ഈ നിലക്കുള്ള അന്ധവിശ്വാസങ്ങളാണ് ഈ മാലപ്പാട്ടുകൾ സമൂഹത്തിന്റെ മുമ്പിൽ പറയുന്നത്. ഇതിലൊന്നും അവിശ്വസനീയമായി യാതൊന്നുമില്ല എന്ന് കൃത്യമായി ഈ ഫൈസി ഇത് വിശദീകരിച്ചപ്പോൾ എഴുതിവിടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ നിലക്കുള്ള അന്ധവിശ്വാസം ഈ മാല പ്രചരിപ്പിക്കുന്നു. ഇനി തീർന്നില്ല. ഇനി മുഹീദ്ദീൻ ശൈഖിനെ പറ്റി ഇതിൽ പറയുന്ന അടുത്ത വരി എന്താ? അവരെ താടിയെല്ലാം പല താനത്തായാരെ അങ്ങിനെ എത്തീര സംഗീതം തീർത്തോവര്. അവരെ തടിയെല്ലാം പല താനത്തായാരെ,
അവരുടെ തടി ഓരോടത്തൊന്നുമല്ല, അവരുടെ തടി പല താനത്താണ്. അങ്ങനെ എത്തീരാ സങ്കീടം തീർത്തോവര്. എത്ര ആളുടെ സങ്കടം അവര് തീർത്തത്. മുഹീദ്ദീൻ ശൈഖേ ഒരുപാട് സ്ഥലത്ത് പോയിട്ട് ഒരുപാട് ആൾക്കാരുടെ സങ്കടം തീർത്തിട്ടുണ്ട് എന്നാണ്. കേട്ടോളൂ, വിശദീകരണം നല്ല രസമാണ്. ഇതിന്റെ 247 പേജിൽ നിന്ന് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചു തരാം. എന്താണ് ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ന് കേട്ടോളൂ. ഒരാൾ ഒരു അനുഭവം പറയണം, ഒരാൾക്കുണ്ടായ അനുഭവം പറയണം. എന്താ? ബഗ്ദാദിൽ ശൈഖവറുകളുടെ മദ്രസയിലെ മജ്ലിസിൽ കച്ചവടക്കാരനായ മുഹമ്മദുൽ ബഗ്ദാദി വന്നു. ശരിക്കും ശ്രദ്ധിച്ചോളണം. ബഗ്ദാദിൽ ശൈഖവറുകളുടെ മദ്രസയിലെ മജ്ലിസിൽ കച്ചവടക്കാരനായ മുഹമ്മദുൽ ബഗ്ദാദി വന്നു. പെട്ടെന്ന് അദ്ദേഹത്തിന് ശക്തിയായ വയറുവേദന. ക്ലാസ് കേൾക്കാൻ വന്നതാണ്. മൂപ്പർക്ക് കലശലായ മുട്ട്, വയറിളകാനുള്ള പോലെ. ഇപ്പോൾ ശൈഖവറുകൾ എന്നെ സഹായിക്കണമെന്ന നിലക്ക് അദ്ദേഹം ശൈഖവറുകളിലേക്ക് ദയനീയമായി നോക്കി. ശൈഖിനോട് സഹായം ചോദിച്ചിട്ടും കൂടിയില്ല. മുയ്യിദ് ശൈഖേ, വല്ലാത്തൊരു ബുദ്ധിമുട്ടിലാണ് ഇപ്പൊ ഞാന്, ആകെ സംഗതി ഇടങ്ങേറാകാൻ പോവുകയാണ്, വയറ്റിളക്കാണ്, എന്തും സഹിക്ക. ഈ മുട്ട് സഹിക്കാൻ പറ്റൂല്ലോ, ഏത് തട്ടും തടുക്കാനാണ്, ഇത് തടുക്കാൻ പറ്റാത്ത മുട്ടാണ്. അതുകൊണ്ട് ശൈഖ് ജീലാനിയാണ് ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. മിമ്പറിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ജീലാനിയുടെ മുഖത്തേക്ക് സഹായം ചോദിച്ചിട്ടൊന്നുമില്ല, മനസ്സിലിങ്ങനെ ഒന്ന് വിചാരിച്ച് ദയനീയമായൊരു നോട്ടം. നിങ്ങളൊന്ന് കണ്ണ് കണ്ടോക്കി, നിങ്ങൾ ആ മുട്ടിയിട്ടുള്ള ദയനീയ നോട്ടം, ആ നോട്ടാണ് നോക്കി. താമസിച്ചില്ല, ആ നോട്ടം നോക്കിയപ്പോഴേക്ക് താമസിച്ചില്ല. പ്രസംഗിക്കുന്ന മിമ്പറിൽ നിന്ന് ശൈഖവറുകൾ ഒരു പടി താഴെ ഇറങ്ങി. ഇനി ശ്രദ്ധിച്ചോളണേ, ഷെയ്ഖ് 3 പടിയുള്ള മിമ്പറിലാണ്, ഒരു പടി ഷെയ്ഖിന് താഴത്തേക്ക് ഇറങ്ങി. അത്ഭുതമെന്ന് പറയട്ടെ, ഷെയ്ഖിന് പിന്നിലെ മേലെ പടിയിൽ ഒരു മനുഷ്യന്റെ തല പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഷെയ്ഖ് ഒരടിയുണ്ട് ഇറങ്ങിയപ്പോ ഷെയ്ഖിന്റെ മുമ്പ് നിന്നിരുന്ന തലയുടെ ഭാഗത്ത് ഒരു തല മാത്രം അങ്ങനെ കണ്ടു. ശൈഖവറുകൾ 2ാം പടിയും ഇറങ്ങി, 2ാമത്തെ പടി ഇറങ്ങി, 3ാം പടിയിലെത്തി. അപ്പോൾ ആ മനുഷ്യന്റെ 2 ചുമലും നെഞ്ചും പ്രത്യക്ഷപ്പെട്ടു. മുമ്പ് ശൈഖ് നിന്നിരുന്നോടത്ത് ആ നെഞ്ചും തലയിൽ ഉണ്ടായിരുന്നിടത്ത് അവിടെ നെഞ്ചും തലയിൽ വന്നു. ആദ്യം ഒരു തല, പിന്നെ അതിനൊരു നെഞ്ചും ഒരു പള്ളി, അതൊക്കെ കൂടി വന്നു. ശൈഖവറുകൾ ഓരോ പടിയും ഇറങ്ങും തോറും തന്റെ മിമ്പറിൽ തന്നെ പോലെയുള്ള ഒരു മനുഷ്യരൂപം പൂർണ്ണമായി കൊണ്ടിരുന്നു. ഷെയ്ഖ് മിമ്പറിൽ നിന്ന് ഇറങ്ങും തോറും ഏത് അവയവാണ് ഷെയ്ഖിന്റെ ഭൂമിയിലേക്ക് ഇങ്ങനെ എത്തുന്നത്, അപ്പോഴേക്ക് അതിന് ബദലൊന്നവിടെ മിമ്പറിൽ വേറെ. എന്താ രസം നോക്കണേ, ഇവരെ ഔലിയാക്കന്മാരെ കഥയാണ്. അങ്ങനെ കൃത്യമായിട്ട് മിമ്പർ പൂർണ്ണമായി കൊണ്ടിരുന്നു. അതേ രൂപം, അതേ ശബ്ദം. ഈ മിമ്പറിൽ വന്ന പുതിയ ആളുണ്ടല്ലോ, ജീലാനി തന്നെ, അതേ രൂപം, അതേ ശബ്ദം. അദ്ദേഹവും മുഹമ്മദുൽ ബഗ്ദാദി അടക്കമുള്ള ആളുകളല്ലാതെ ഇത് കാണുന്നില്ല. ഏതാനും ചില ആൾക്കാർക്ക് മാത്രമേ ഈ അത്ഭുതം കാണാൻ കഴിയുള്ളൂ. ഈ മുട്ടിയ കക്ഷിക്കും കാണാൻ കഴിയുന്നുണ്ട്, വേറെ ആർക്കും ഇത് മനസ്സിലാകുന്നില്ല. കുറച്ച് ആൾക്കാർക്കൊക്കെ കാണാൻ കഴിയുന്നുണ്ട്, വേറെ ആർക്കും കാണാൻ കഴിയില്ല. അങ്ങനെ ശൈഖവറുകൾ മിമ്പറിൽ നിന്ന് ഇറങ്ങി. അപ്പൊ മിമ്പറിൽ ആള് വേറെ വന്നിട്ടോ. അങ്ങനെ ശൈഖവറുകൾ മിമ്പറിൽ നിന്ന് ഇറങ്ങി ജനങ്ങൾക്കിടയിലൂടെ വന്ന് അദ്ദേഹത്തിന്റെ അരികിലെത്തി. ഈ മുട്ടുന്ന കക്ഷി ഉണ്ടല്ലോ, മൂപ്പരരികിലെത്തി. തന്റെ തൂവാല കൊണ്ട് ശൈഖവറുകൾ അദ്ദേഹത്തിന്റെ തല മൂടി. ഷെയ്ഖിന്റെ കയ്യിലൊരു തൂവാലുണ്ട്, ആ തൂവാല ഈ മുഹമ്മദുൽ ബഗ്ദാദിയുടെ തലയിൽക്കാനിട്ടു, തലയാണ് മൂടി. അദ്ദേഹം പറയുന്നു, ഇനി ബാക്കി അയാൾ പറയാണ് ഇനി ഉണ്ടായ കാര്യം. തല മൂടിയതോടെ അദ്ദേഹം ഒരു വിശാലമായ മരുഭൂമിയിലെത്തിയിരിക്കുന്നു. 14 കിലോമീറ്റർ ദൂരമുള്ള 14 ദിവസം നടന്നാൽ എത്തുന്ന മരുഭൂമിയിലേക്കാണ് ഇപ്പൊ മൂപ്പര് എത്തിയിരിക്കുന്നത്. അവിടെ ഒരു വെള്ളച്ചാലുണ്ട്. അതിനരുകിൽ ഒരു മരവുമുണ്ട്. ആ മരത്തിൽ അദ്ദേഹം തന്റെ താക്കോലുകൾ വെച്ചു. ഇതൊക്കെ കഥ ആദ്യം പറഞ്ഞുകൊണ്ടിരാ. ഈ താക്കോലിന്റെ ഒക്കെ കാര്യം വേറെ വരാൻ പോകുന്നുണ്ട്, ഒക്കെ മനസ്സിൽ വെച്ചോളി. താക്കോലയിമ വെച്ചു. എന്നിട്ട് അദ്ദേഹം നന്നായി ഒന്ന് മറക്കിരുന്നു. സുഖമായി ശോധന ലഭിച്ചു. ആ വെള്ളച്ചാലിൽ നിന്ന് ശുദ്ധീകരിച്ചു, ഉളു ചെയ്തു, 2 റക്അത്ത് നിസ്കരിച്ചു. സലാം വീട്ടിയപ്പോൾ ശൈഖവറുകൾ തന്റെ തൂവാല അദ്ദേഹത്തിന്റെ തലയിൽ നിന്നെടുത്തു. ഒക്കെ പള്ളി കുത്തിണ്ടായി പരിപാടി, പക്ഷെ വേറെ എവിടെയാണ്. അതെല്ലാം കഴിഞ്ഞൊക്കെ ഒക്കെ വൃത്തിയായി നന്നായി മറക്കിരുന്നു, ശോധനയൊക്കെ ലഭിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോൾ ശൈഖ് തൂവാല എടുത്തു. നോക്കുമ്പോൾ അദ്ദേഹം നേരത്തെ ഇരുന്ന സദസ്സിൽ തന്നെയാണ്. പിന്നെ മൂപ്പര് മരുഭൂമിയിലൊന്നുമല്ല, അവിടെ തന്നെയാണ്. അദ്ദേഹത്തിന്റെ അംഗങ്ങളെല്ലാം നനഞ്ഞിരിക്കുന്നു.
വെള്ളമെടുത്ത് കഴുകിയ അടയാളമൊക്കെ അവിടെ തന്നെ ഉണ്ട്, എല്ലാം നനഞ്ഞിട്ടുണ്ട്. വയറിന് യാതൊരു അനക്കവും ഇല്ലതാനും. പണ്ട് ഭയങ്കര അനക്കുണ്ടായിരുന്നു, ഒക്കെ പോയിപ്പോ. ശൈഖ് അവറുകൾ അതാ തന്റെ കസേരയിൽ നോക്കുമ്പോ അതാ ശൈഖ് കസേരയിൽ തന്നെ ഉണ്ട്, ഇമ്പർമ തന്നെ ഉണ്ട്. അദ്ദേഹം നിശബ്ദനായി, ആരോടും ഒന്നും പറഞ്ഞില്ല. പക്ഷേ തന്റെ താക്കോൽ കൂട്ടം കാണാനില്ല. താക്കോലുണ്ടല്ലോ അതവിടെ വെച്ചിക്കണ്. മുപ്പരതിന്റെ അടിയിൽ ഈ സുഖമായിട്ട് ശോധന ഇട്ടിയപ്പോ ആ സുഖം കൊണ്ട് അതറിഞ്ഞില്ല, അതവിടെ തന്നെ വെച്ച് പോകുന്നതാ. പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം അദ്ദേഹം കച്ചവടാവശ്യാർത്ഥം ഒരു ഒട്ടക സംഘം തയ്യാറാക്കി. ഇയാൾ ബിസിനസ്സുകാരനാണ്. പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് ഇയാൾ കച്ചവടാർത്ഥം ഒരു ഒട്ടക സംഘം തയ്യാറാക്കി. അങ്ങനെ അദ്ദേഹവും സംഘവും ബഗ്ദാദിൽ നിന്ന് 14 ദിവസം യാത്ര ചെയ്ത് ഒരു സ്ഥലത്ത് വിശ്രമിക്കാൻ ഇറങ്ങി. ബഗ്ദാദിൽ നിന്ന് 14 ദിവസം യാത്ര ചെയ്തിട്ട് ഇയാൾ പിന്നൊരിക്കൽ കച്ചവട സംഘത്തെയും കൊണ്ട് ഒരു സ്ഥലത്ത് വിശ്രമിക്കാൻ ഇറങ്ങുകയാണ്. അവിടെ ഒരു വെള്ളച്ചാലുണ്ട്. തുടർന്ന് ശോധനക്കായി അദ്ദേഹം കുറച്ചൊന്ന് അപ്പുറത്തേക്ക് നീങ്ങി. മൂപ്പർക്ക് ഈ വെള്ളച്ചാലി ഉണ്ടായി ശോധനയുടെ ഒരു ആവശ്യമുള്ള ആളാ. അപ്പൊ അവിടെ മൂപ്പരെ പോയി. ആ സ്ഥലം കണ്ടപ്പോൾ അദ്ദേഹം ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു. ആ സ്ഥലം കണ്ടപ്പോൾ മൂപ്പർക്ക് പണ്ടത്തെ ഓർമ്മ വന്നു. ഈ സ്ഥലവും നേരത്തെ ശൈഖിന്റെ മജ്‌ലിസിൽ നിന്ന് പോയ സ്ഥലവും തമ്മിൽ വലിയ സാമ്യതയുണ്ടല്ലോ. അതേ മരുഭൂമി, അതേ വെള്ളച്ചാല് പോലെ തന്നെ. അദ്ദേഹം കൂടുതൽ പരിശോധിച്ചപ്പോഴാണ് വ്യക്തമാകുന്നത് ആ സ്ഥലം തന്നെയാണ് ഇതെന്ന്. അവിടെ അദ്ദേഹം ശോധനക്കിരുന്ന സ്ഥലവും ശോധന ലഭിച്ച് പുറത്തു വന്ന സ്ഥലവും ശുദ്ധി ചെയ്ത സ്ഥലവും നിസ്കരിച്ച സ്ഥലവും വ്യക്തമായി തിരിച്ചറിഞ്ഞു. ഒക്കെ മൂപ്പർക്ക് മനസ്സിലായി, ഞാനായി ഇരുന്ന സ്ഥലം തന്നെ ഉറപ്പ് വന്നു മൂപ്പർക്ക്. അതൊന്നും അദ്ദേഹത്തിന് നിഷേധിക്കാനായില്ല. മാത്രമല്ല നേരത്തെ താക്കോൽ തൂക്കിയ മരവും അദ്ദേഹം കണ്ടു. നോക്കുമ്പോൾ തന്റെ താക്കോൽ അതിന്മേലുണ്ട്. അതിനാ പണ്ടൊരു താക്കോല് പറഞ്ഞു വെച്ച് കേട്ടോ. അപ്പൊ ഇയാള് ഇതൊരു സ്വപ്നത്തിൽ പോയതാണ് ആരും ധരിക്കണ്ടെന്ന് മനസ്സിലാക്കാനാ എന്ത് പറഞ്ഞത്. സ്വപ്നത്തിൽ പോയ താക്കോൽ അവിടെ പെടുവോ? അപ്പൊ താക്കോൽ അവിടെ വെച്ചു. താക്കോല് പിന്നെ കിട്ടുന്നത്. ഇനിയും കേട്ടോളൂ. ഉടനെ അതെടുത്തു. പിന്നീട് അദ്ദേഹം ബഗ്ദാദിലെത്തി. ശൈഖിനരികെ വന്ന് വിവരം പറയാൻ ശ്രമിച്ചപ്പോൾ ശൈഖ് അവറുകൾ പറഞ്ഞു, വിവരം പറയാൻ ശ്രമിച്ചിട്ടുള്ള മൊയ്തീൻ അപ്പോൾക്ക് ശൈഖ് അവറുകൾ പറഞ്ഞു, ബഗ്ദാദി, നിങ്ങൾ ഇക്കാര്യം ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ആരോടും പറയരുത്. പിന്നീട് മരണം വരെ അദ്ദേഹം ശൈഖ് അവറുകളുടെ പരിചാരകനായി ജീവിച്ചു. ഇതേത് പാളക്കിതാബിലാ വന്നത്? ബഹ്ജ. മൊയ്തീമാല ഉണ്ടാക്കിയത് എന്തെന്നാ? അവർ ചൊന്നേ ബൈത്തിന്നും ബഹ്ജ കിതാബിന്നും അങ്ങനെ തക്മില തന്നിന്നും കണ്ടോവർ. ബഹ്ജയിന്നും തക്മിലയും ആ മൊയ്തീമാല ഉണ്ടാക്കിയത്. ആ ബഹ്ജയിലുള്ള കഥയാണ് ഇപ്പൊ ഈ പറഞ്ഞത്. പിന്നെ നല്ല കൃത്യമായ തെളിവുണ്ട് എന്ന് മനസ്സിലായല്ലോ. ഇനി കേട്ടോളൂ ഇയാളെ വകയുള്ള വിശദീകരണം. ശൈഖ് അവറുകൾ മിമ്പറിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴും വന്ന് തന്റെ അരികിൽ എത്തിയപ്പോഴും പിന്നീട് ബഗ്ദാദിൽ നിന്ന് 14 ദിവസത്തെ ദൂരമുള്ള മരുഭൂമിയിൽ ചെന്ന് മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം നിർവഹിച്ച് മജ്‌ലിസിൽ തിരിച്ചു വന്നപ്പോഴും ശൈഖ് അവറുകൾ മിമ്പറിൽ പ്രസംഗിക്കുകയാണ്. അപ്പോഴൊക്കെ ആള് മിമ്പറിലുണ്ട്. ഒരേ സമയത്ത് തന്നെ ശൈഖ് അവറുകൾ തന്റെ കൂടെയും മിമ്പറിലും പ്രത്യക്ഷപ്പെട്ടു എന്നർത്ഥം. ശൈഖ് മിമ്പറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വേറെ ഒരാൾ മിമ്പറിൽ കയറി പ്രസംഗിച്ചതാണ് എന്ന് ഇവിടെ പറയുകയ വയ്യ. അതേസമയം രൂപവും ഭാവവും സംസാരവുമെല്ലാം ശൈഖിൻ്റെതായിരുന്നു താനും. ശൈഖ് മിമ്പറിൽ നിന്ന് ഇറങ്ങുന്നതോടെ മറ്റൊരാൾ മിമ്പറിൽ കയറുന്നതോ ശൈഖ് തിരിച്ചു വരുമ്പോൾ അദ്ദേഹം ഇറങ്ങിപ്പോകുന്നതോ ആരും കണ്ടിട്ടുമില്ല. ചുരുക്കത്തിൽ മിമ്പറിൽ നിന്ന് ഇറങ്ങി വന്ന് തന്നെ മരുഭൂമിയിലും തുടർന്ന് മജ്‌ലിസിലേക്കും നയിച്ച ശൈഖ് അവറുകൾ ഒരേ സമയത്ത് ഒന്നിലധികം സ്ഥലത്ത് പ്രവർത്തിച്ചു എന്ന് തന്നെയാണ് അബുൽ മആലി ബഗ്ദാദി അവകാശപ്പെടുന്നത്. ഈ അവകാശവാദം തള്ളിക്കളയാൻ നമുക്ക് കഴിയുന്നതുമല്ല. നമ്മൾ തള്ളാൻ പാടില്ല എന്നാണ് ഇയാൾ പറയുന്നത്. ഒരിക്കലും തള്ളിപ്പോകരുത്, അതൊക്കെ തെറ്റാവും. ഇനി ഈ സംഭവം മജ്‌ലിസിലായിരിക്കുമ്പോൾ ഉറക്കത്തിലുണ്ടായതാകാമെന്ന് വെക്കാൻ പോലും വയ്യ. സ്വപ്നം കണ്ടതാണ് ആരും വിചാരിച്ചു പോകരുത്. അപ്പൊ വിശ്വാസം പഴിച്ചു പോവില്ലേ, നന്നായി പോവില്ലേ? സ്വപ്നത്തിൽ ഇപ്പൊ അങ്ങനെ പലതും ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് വായനക്കാരോട് പറയാണ്, ഇത് ഉറക്കത്തിലുണ്ടായതാണെന്നും ആരും തെറ്റിദ്ധരിക്കരുതേ. കാരണം എന്താ പറയുന്നത് കേട്ടോളൂ. കാരണം കച്ചവട സംഘവുമായി പിന്നീട് യാത്ര ചെയ്തപ്പോൾ താക്കോൽ കൂട്ടം നേരത്തെ വെച്ച മരത്തിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് കണ്ടുകിട്ടി. അല്ലെങ്കിൽ പിന്നെ ഈ നടന്ന സംഭവങ്ങൾ മുഴുവനും പിന്നീട് നടന്ന ഒട്ടക സംഘത്തോടൊപ്പമുള്ള യാത്രയും താക്കോൽ കണ്ടെടുക്കലുമെല്ലാം സ്വപ്നമാണെന്ന് പറയേണ്ടി വരും. അങ്ങനെ പറയുമ്പോൾ നമുക്ക് തെളിവ് പറയാതെയും കഴിയും. സ്വപ്നത്തിൽ ഇതിലപ്പുറവും സംഭവിക്കാമല്ലോ. അതോ സ്വപ്നമൊന്നുമല്ല, ശരിക്കുണ്ടായ സംഭവം തന്നെയാണ്. ഇനി കേട്ടോളൂ.
ഒരേ സമയം ഒന്നിലധികം സ്ഥലത്ത് ശൈഖവറുകൾ പ്രവർത്തിച്ചതിന് മറ്റൊരു ഉദാഹരണം കൂടി നമുക്ക് നോക്കാം. ശൈഖവറുകൾ ഇവിടെ മാത്രമൊന്നുമല്ല, ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ പല തടിയായിട്ട് വരാറുണ്ട്. റമദാനിൽ ഒരു ദിവസം ശൈഖവറുകളെ നോമ്പ് തുറക്കാൻ 70 ആളുകൾ വേറെ വേറെ ക്ഷണിച്ചു. 70 ആളാ നോമ്പ് തുറക്കാൻ വിളിക്കുന്നത്. ഒറ്റ നോമ്പാ തുറക്കണ്ടോ, ഒരാളെന്നെ പോവും വേണം. എന്താ ചെയ്യാ? ഇവിടെ ഒരാൾ ക്ഷണിച്ചത് മറ്റൊരാൾ അറിയുമായിരുന്നില്ല. ശൈഖവറുകൾ എല്ലാവരുടെയും ക്ഷണം സ്വീകരിച്ചു. ഒരേ സമയത്ത് എല്ലാവരുടെ കൂടെയും നോമ്പ് തുറന്നു. മാത്രമല്ല, സാധാരണ നോമ്പ് തുറക്കാറുള്ള സ്ഥലത്ത് വെച്ചും നോമ്പ് തുറന്നു. ഈ സംഭവം നാട്ടിൽ പ്രചരിച്ചു. ഇതിൽ സംശയം തോന്നിയ ഒരു പരിചാരകനോട് ശൈഖവറുകൾ പറഞ്ഞു, എല്ലാവരുടെ ക്ഷണവും ഞാൻ സ്വീകരിച്ചു, എല്ലാം ഒരേ സമയത്തായിരുന്നു, അതിനാൽ ഒരേ സമയത്ത് ഞാൻ എല്ലായിടത്തും പങ്കെടുത്തു. ശൈഖ് ജീലാനി പറയണ അങ്ങനെ 70 സ്ഥലത്ത് ഒരാൾ പങ്കെടുത്തു. ഇതാണിപ്പോ ഇസ്ലാമികമായി ജനങ്ങളെ ആത്മീയമായ ഉന്നതിയിലേക്ക് കൊണ്ടുപോകുന്ന മുഹീദ്ദീൻ മാല. ഇത് വിശ്വസിക്കണം എന്നാണ്. ഇത് വിശ്വസിച്ചില്ലേ ഖുർആനും തെറ്റ്. ഖുർആനിലെ ആശയങ്ങളോട് 100% യോജിക്കുന്നതാണ് മാല. സഹോദര, അള്ളാഹുവിന്റെ പ്രവാചകനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ പോകുമ്പോ കഷ്ടപ്പെട്ട കഷ്ടപ്പാടറിയുമോ? മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ തന്റെ വിരിപ്പിൽ പകരം കിടത്തിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തേക്ക് ഇറങ്ങുന്നത്. അഷ്റഫുൽ ഖൽഖിന് 2 തടിയില്ല, അവിടുത്തേക്ക് ഒരൊറ്റ തടിയാണ്. ശത്രുക്കൾ ഇങ്ങനെ വാളൂരി പിടിച്ച് വീട് വളഞ്ഞു നിൽക്കുമ്പോ മുഹമ്മദ് ഇറങ്ങിയാൽ ഒരൊറ്റ വെട്ടിന് കഥ കഴിക്കണം എന്ന് മനപ്പായസം ഉണ്ണുകൊണ്ട് കാത്തിരിക്കുന്ന ശത്രുക്കളുടെ നടുവിലേക്ക് ഒരു പിടി ചരൽക്കല്ല് വാരിയിട്ട് ഷാഹത്തിൽ വുജൂഹ് എന്നും പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ഭുതകരമായി അവരുടെ ഇടയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന നിമിഷത്തിൽ ആ കട്ടിലിൽ പകരം കിടക്കാൻ അഷ്റഫുൽ ഖൽഖിന് 2ാമത്തെ ഒരു തടി കിട്ടിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേറൊരു തടി ഉണ്ടെങ്കിലല്ലേ അവരെ പകരം കിടത്തുക. പക്ഷേ അലി റളിയല്ലാഹു തആല അൻഹുവിനെയാണ് സ്വന്തം വിരിപ്പിൽ പുതപ്പിട്ട് മൂടിക്കൊണ്ട് കിടത്തുന്നത്. അതേപോലെ എത്രയോ ത്യാഗം സഹിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടിയിട്ട് ആ സൗർ ഗുഹയിൽ പോയി ഒളിച്ചിരിക്കുകയാണ്. ശത്രുക്കളുടെ പിടിയിൽ അകപ്പെടാതെ 3 ദിവസം അവിടെ കഴിഞ്ഞു എന്ന് മാത്രമല്ല, മറ്റൊരാളുടെ സഹായത്തോടുകൂടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാഴ്ചയോളം പ്രയാസകരമായ മലമടക്കുകളിലൂടെ യാത്ര ചെയ്തിട്ടാണ് മദീനയിലേക്ക് ശറഫാക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിച്ചേരുന്നത്. നബിക്ക് ബരി പറയുന്ന തടിയൊന്നുമില്ല. ഒരു തടിനെ അവിടെ പറഞ്ഞയക്കുക, ഒരു തടിനെ അവിടെ പറഞ്ഞയക്കുക, ഒരു തടിനെ ഇങ്ങോട്ട് പറഞ്ഞയക്കുക. ഇതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഉണ്ടായിരുന്നില്ല. ആ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ദീന് പഠിച്ച സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനും ഒരൊറ്റ ശരീരമേ ഉണ്ടായിരുന്നുള്ളൂ. ഉമർ റളിയല്ലാഹു അൻഹുവിന് ഒരൊറ്റ തടിയേ ഉണ്ടായിരുന്നുള്ളൂ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് ഒരൊറ്റ തടിയേ ഉണ്ടായിരുന്നുള്ളൂ. അലി റളിയല്ലാഹു അൻഹുവിന് ഒരൊറ്റ തടിയേ ഉണ്ടായിരുന്നുള്ളൂ. മഹാനായ ഇമാം ഷാഫി ഇമാമിന് ഒരൊറ്റ തടിയേ ഉണ്ടായിരുന്നുള്ളൂ. ഹംബലി ഇമാമിന് ഒരൊറ്റ തടിയേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹിക്കും മാലിക് ഇബ്നു അനസ് റഹ്മത്തുള്ളാഹി അലൈഹിക്കും ഇങ്ങനെ മഹാന്മാരായ സഹാബത്തിനും താബിഈങ്ങൾക്കും താബിഈങ്ങൾക്കുമൊക്കെ ഒരൊറ്റ തടിയല്ലാതെ 2ാമത്തൊരു തടിയോ 3ാമതൊരു തടിയോ ഇവർക്കാർക്കും ഉണ്ടായിരുന്നില്ലെന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന മുസ്ലിമിനോട് ഈ അന്ധവിശ്വാസികൾ പറയുകയാണ്. ശൈഖവറുകൾ 70ഓളം സ്ഥലത്ത് ഒരേ സമയത്ത് പ്രത്യക്ഷപ്പെട്ടു. മാത്രമല്ല 300 തടിയായി രൂപാന്തരപ്പെടും എന്നാണ്. അവർ നമസ്കരിക്കുന്നത് കാണില്ല എന്നാണ്. അവർക്ക് ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് പറക്കാനും ഒരേ സമയത്ത് പല സ്ഥലങ്ങളിൽ അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കാനും അവർക്ക് സാധിക്കുമെന്ന് വിശ്വസിക്കണം. എന്നിട്ട് ഇതിന്റെ 400ാം വാർഷികം ആഘോഷിച്ചുകൊണ്ടാ പറയുന്നത്, ഇതിലേക്ക് മടങ്ങിക്കോ മുസ്ലിം കേരളമേ, നിങ്ങൾക്ക് ആത്മീയ ഉന്നതി കൈവരിക്കണമെങ്കിൽ ഇതിലേക്ക് വന്നോ എന്ന് പറയുമ്പോ എളിയവരായ മുജാഹിദ് പ്രബോധകന്മാർ ജനങ്ങളോട് പറയുന്നു, അരുത് സഹോദരാ, അരുത് സഹോദരി, ഈ പണ്ഡിതന്മാര് നിങ്ങളെ കൊണ്ടുപോകുന്നത് നരകത്തിലേക്കാണ്. അവിടെ നിന്ന് രക്ഷപ്പെട്ടോളൂ, അന്ധവിശ്വാസത്തെ കൈവടിഞ്ഞോളൂ. നമ്മുടെ നേതാവ് നാം 5 നേരം ബാങ്ക് വിളിക്കുമ്പോൾ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുന്ന പുന്നാര റസൂലിന് ഇതുപോലത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ആ വിശ്വാസമാണോ നമുക്ക് വേണ്ടത്, അതോ ഈ അന്ധവിശ്വാസികൾ പ്രചരിപ്പിക്കുന്ന വിശ്വാസമാണോ വേണ്ടത്?
ഈ നിലക്കുള്ള ഏറ്റവും മോശപ്പെട്ട അബദ്ധമായ ധാരണകളിലേക്ക്, അതുപോലെ തന്നെ കഴിഞ്ഞ വരിയിൽ സൂചിപ്പിച്ചതുപോലെ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലേ പരിശുദ്ധ കഅബ പടുത്തുയർത്തിയത്. ആ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ സന്ദർശിക്കാനോ കൂട്ടിക്കൊണ്ടുവരാനോ അവിടുത്തെ തവാഫ് ചെയ്യാനോ കഅബ ഒരിക്കലും ചലിച്ചിട്ടില്ല. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാ സഹാബത്തിനെയും കൂട്ടിയിട്ട് മദീനയിൽ നിന്ന് പുറപ്പെട്ട ചരിത്രം നിങ്ങൾക്കറിയില്ലേ? ഹുദൈബിയയിൽ വെച്ച് തടയപ്പെട്ടു. ഉംറ ചെയ്യാൻ വേണ്ടി പ്രത്യേകമായ ആഗ്രഹവുമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും തൻ്റെ അരിമ ശിഷ്യന്മാരും കൂടി മദീനത്ത് നിന്ന് പുറപ്പെട്ടതാണ് മക്കയിലേക്ക്. പക്ഷേ മക്കയിലെത്തുക എന്ന ആഗ്രഹം പൂവണിയാതെ ഹുദൈബിയ എന്ന് പറയുന്ന കേന്ദ്രത്തിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബാക്കളും തടവിൽ വെക്കപ്പെട്ടു. അവരവിടെ വെച്ച് തടയപ്പെട്ടു. ആ കൊല്ലം ഉംറ ചെയ്യാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബിമാരും നിരാശയോടെ മടങ്ങിപ്പോയില്ലേ? അവിടെ വെച്ചൊരു സന്ധിയും കരാറുമല്ലേ എഴുതേണ്ടി വന്നത്? എന്തേ? റാബിയാനെ സന്ദർശിക്കാൻ പോയ ഈ കഅബക്ക് തോന്നിയില്ലേ എന്റെ പുന്നാര റസൂല് മദീനയിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു, ഹുദൈബിയ വരെ എത്തിയിരിക്കുന്നു, തടയപ്പെട്ടിരിക്കുകയാണ്, ഞാനൊന്ന് പോകട്ടെ എന്ന് വിചാരിച്ച് കഅബയെങ്ങാനും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെയും സഹാബിമാരെയും ഒന്ന് ഇങ്ങോട്ട് വന്ന് കാണാൻ വേണ്ടി ഹുദൈബിയയോളം എത്തിയോ? എപ്പോഴെങ്കിലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമും ഔലിയാവും ഒക്കെ കഅബാലയത്തിന്റെ സമീപത്ത് തവാഫിന് വേണ്ടി ചെന്ന് നിന്നപ്പോ, ഒരുപാട് കാലമായില്ലേ നിങ്ങൾ എന്നെ തവാഫ് ചെയ്യുന്നു, ഓ മുഹമ്മദ് നബിയേ നിങ്ങൾ മഹാനാണ്, നിങ്ങളെ ഞാനൊന്ന് തവാഫ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഒരിക്കൽ പോലും കഅബ ഒരു തവണ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ തവാഫ് ചെയ്തിട്ടില്ലല്ലോ. ഇതൊക്കെയല്ലേ മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നത്? ഇതൊക്കെയല്ലേ മുഅ്മിനീങ്ങളെ വിശ്വാസം? അതേ അവസരത്തിൽ ഈ അന്ധവിശ്വാസികൾക്ക് ഒരു പ്രയാസവും ഉണ്ടായില്ലല്ലോ എഴുതിവിടാൻ. റാബിയത്തുൽ അദവിയെ സന്ദർശിക്കാൻ കഅബ അങ്ങോട്ട് പോയി, ശൈഖ് ജീലാനിയെ കഅബ ഇങ്ങോട്ട് തവാഫ് ചെയ്യുന്നു, പല ഔലിയാക്കന്മാരെയും കഅബ അങ്ങോട്ട് സന്ദർശിക്കുന്നു, തവാഫ് ചെയ്യുന്നു. പ്രിയപ്പെട്ട മുസ്ലിമേ, നമ്മുടെ സമുദായത്തെ രക്ഷപ്പെടുത്താൻ നമ്മൾ ഇനിയും എത്ര കാലം അധ്വാനിക്കണം, എത്ര കാലം പെടാപ്പാടുപെടണം? ഇത് നമ്മൾ ചിന്തിക്കണം, ഇതാലോചിക്കണം. ഇത് മറ്റാരുമല്ല, നമ്മുടെ ഉമ്മപെങ്ങന്മാരാ ഇതൊക്കെ വിശ്വസിക്കുന്നത്, നമ്മുടെ കുടുംബങ്ങളാ വിശ്വസിക്കുന്നത്, നമ്മുടെ അയൽക്കാരാ വിശ്വസിക്കുന്നത്, നമ്മുടെ സഹോദരങ്ങളാ വിശ്വസിക്കുന്നത്. അവരെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തണ്ടേ? അത് നമ്മുടെ ബാധ്യതയല്ലേ സഹോദരന്മാരെ? അതുകൊണ്ടാണ് ഈ പറയുന്നത് എന്ന് നിങ്ങൾ പ്രത്യേകം ഓർക്കണം. ഇനി നിങ്ങൾ നോക്കൂ, ഇതിൽ പറയുന്ന മറ്റൊരു കഥ എന്താണ്? ഹല്ലാജിനെ പറ്റി ഒരു കഥ പറയുന്നുണ്ട്. ഹല്ലാജ് എന്ന് പറയുന്ന ആളെ ഹിജറ 3ഉം 4ഉം നൂറ്റാണ്ടുകളിലായി ബഗ്ദാദിൽ ജീവിച്ച ഒരാളായിരുന്നു അബൂ മൻസൂറുൽ ഹല്ലാജ്. ഹുസൈൻ ഇബ്നു മൻസൂറുൽ ഹല്ലാജ് എന്നാണ് അയാളുടെ പേര്. അയാളെ ആ കാലഘട്ടത്തിലെ ഭരണകൂടം വധശിക്ഷയ്ക്ക് വിധേയമാക്കി തൂക്കിക്കൊല്ലുകയാണ് ചെയ്തത്. എന്തേ ഈ ഹല്ലാജിനെ കൊല്ലാൻ കാരണം? ഇയാൾ ഇന്നത്തെ ചില തട്ടിപ്പൻ സ്വാമിമാരുടെ അതുപോലെ തന്നെ തങ്ങന്മാരുടെ ഒക്കെ മോഡൽ അതിനേക്കാൾ ശക്തമായ നിലക്ക് സ്വന്തമായി എന്ന് ദിവ്യൻ ചമഞ്ഞയാളാണ്. അങ്ങനെ ദിവ്യൻ ചമഞ്ഞു എന്ന് മാത്രമല്ല, ഈ ഹല്ലാജി എന്തവകാശപ്പെട്ടിരുന്നു? അനൽ ഹഖ്, അഹം ബ്രഹ്മാസ്മി എന്ന ഈ പ്രത്യേകമായ അദ്വൈതത്തിന്റെ തത്വമില്ലേ, ഞാനാണ് അല്ലാഹ് എന്ന് ഇയാൾ അവകാശപ്പെട്ടു. മാത്രമല്ല, ഇയാളുടെ കഥയിൽ കാണാം, ഇയാൾ ഒരാളുടെ ഒരു ഇടയൻ നാട്ടുമേച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരാടിനെ തട്ടിയെടുത്തതിനെ കൊന്നിട്ട് ഈ കുട്ടിയോട് പറഞ്ഞുവത്രേ, എൻ്റെ അനുമതിയോടുകൂടി ഞാനിതിനെ ഹയാത്താക്കി കാണിച്ചു തരാം. അങ്ങനെ ഇയാൾ സ്വന്തം കഴിവുകൊണ്ട് ഇയാൾ ആട്ടിനെ ജീവിപ്പിച്ചു എന്നാണ് കള്ളക്കഥ. രാജാവിന്റെ നാടുവാഴിയുടെ മകളെ, മരിച്ചു കിടക്കുന്ന നാടുവാഴിയുടെ മകളെ എഴുന്നേൽക്കൂ മകളെ എന്ന് പറഞ്ഞുകൊണ്ട് ജീവിപ്പിച്ചു എന്നാണ് കഥ. ഇങ്ങനെ പല രൂപത്തിലുള്ള കഥകളുമുണ്ട്. ഇയാൾക്ക് നിസ്കാരമില്ല, നോമ്പില്ല, മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഇയാൾ ഞാൻ തന്നെയാണ് അല്ലാഹ്, അനൽ ഹഖു അനൽ ഹഖു സുബ്ഹാനി സുബ്ഹാനി എന്നൊക്കെ ദിവ്യൻ ചമഞ്ഞ് നടക്കലാണ്, ആൾ ദൈവം ചമഞ്ഞ് നടക്കലായിരുന്നു പരിപാടി. ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ ഇയാളെ കോടതിയിലേക്ക് വിളിച്ചു വരുത്തി, ഇയാളോട് കാര്യങ്ങൾ ചോദിച്ചു. ഇയാൾ മുറിയൊന്നും മിണ്ടുന്നില്ല, എല്ലാം ഇയാൾ അംഗീകരിച്ച് നിൽക്കുകയാണ്. അവസാനം കോടതി ഇയാളെ വധശിക്ഷയ്ക്ക് വിധിച്ചു, അയാളെ കൊന്നുകളഞ്ഞു. അങ്ങനെ ഒരാൾ ദൈവത്തെ അന്ന് കൊന്നൊരു ചരിത്രമുണ്ട് മുസ്ലിം ചരിത്രത്തിൽ. ആ കഥയെപ്പറ്റി ഖാലി മുഹമ്മദ് പാടുകയാണ്. ഹല്ലാജെ കൊല്ലും നാൾ അന്ന് ഞാനുണ്ടെങ്കിൽ അവർ കൈ പീഡിച്ചിരുന്നെന്ന് പറഞ്ഞോവർ.
ഹല്ലാജിനെ കൊല്ലുന്ന അന്ന് ഞാനുണ്ടെങ്കിൽ കൊല്ലാൻ സമ്മതിക്കൂലായിരുന്നു, ആ കൊല്ലുന്നവന്റെ കൈ ഞാൻ പിടിച്ചിരുന്നു, പക്ഷെ ഞാനന്ന് ഉണ്ടായില്ലല്ലോ എന്ന് വിലപിക്കുകയാണ് ശൈഖ് ജീലാനി. അപ്പൊ ഈ രൂപത്തിലുള്ള കൃത്രിമം പറയുന്ന ആള് കൂട്ടുകാരനായിരുന്നു ശൈഖ് ജീലാനിനെ വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ഇതിൽ കാണുന്നത്. സഹോദരന്മാരെ, ഈ ആൾക്ക് പരിപാടി എന്താ? നിസ്കാരവും നോമ്പൊന്നുമില്ല. മാത്രല്ല ഇങ്ങനെ ഒരു വ്യാജൻ ആ കാലഘട്ടത്തിൽ വേറെ ഉണ്ടായിനാണ്. അതൊരു കെട്ടുകഥ. ഒരു കെട്ടുകഥ മാത്രല്ല, കെട്ടുകഥക്ക് ഉപോത്ബലകമായ പിന്നെയും കെട്ടുകഥ. അതിൽ പറയുന്നൊരു കഥ എന്താണെന്നറിയോ? ഒരിക്കൽ ഇങ്ങനെ നിസ്കാരമൊന്നുമില്ലല്ലോ ഇവർക്ക്, ഔലിയാക്കന്മാർക്ക്. ഇവർക്കൊരു പ്രശ്നമൊന്നുമില്ലല്ലോ, ഇവർക്ക് നിസ്കാരമില്ല, നോമ്പുമില്ല, ശരീഅത്തുമില്ല, ഒന്നുമില്ല. ആ നിലക്ക് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഒരാൾ ഇങ്ങനെ ഉണ്ടായിത്രേ, നിസ്കാരമൊന്നുമില്ല മൂപ്പർക്ക്. കഥ പറയുന്നത് കേട്ടോളൂ, വ്യാഖ്യാനത്തിൽ പറയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഒരു ദിവസം മദീന പള്ളിയിൽ ഒരു ഫക്കീർ വന്നു. മദീനത്തെ പള്ളിയിൽ ഒരു ഫക്കീർ, ഒക്കെ ഫക്കീർമാരാ. മെലിഞ്ഞ കീറിപ്പറിഞ്ഞ വേഷം, മെലിഞ്ഞ ശരീരം, നീണ്ട താടി, മദീന പള്ളിയുടെ ഒരു മൂലയിൽ തലയും താഴ്ത്തി ഒരേ ഇരിപ്പ്. ഇവരന്ന് വന്നതാ ഉമർ റളിയല്ലാഹുവിനെ ഭരിക്കുന്ന കാലത്ത് മദീനത്തെ പള്ളിയിൽ ഒരു ഫക്കീർ വന്ന കോലം പറയാം. ആരോടും ഒന്നും മിണ്ടാതെ ഇരിക്കുന്നത് കണ്ട് പലരും ചെന്ന് പലതും ചോദിച്ചു നോക്കി, മറുപടിയില്ല. ളുഹുർ ബാങ്ക് മുഴങ്ങി, എല്ലാവരും ഉളൂ എടുത്ത് നിസ്കരിക്കാൻ ശ്രമമായി. ഫക്കീറിന് അപ്പോഴും ഇളക്കമില്ല. ളുഹുർ ബാങ്ക് കൊടുത്തു മദീനത്തെ പള്ളിയിൽ, എല്ലാവരും നിസ്കരിക്കുകയാണ്, ഫക്കീർ പാപ്പ നീക്കണില്ല. ഇവർക്ക് നിസ്കാരമല്ല, ഒരേ ഇരുത്തം തന്നെ. ചിലർ ചെന്ന് പറഞ്ഞു എഴുന്നേറ്റ് പോയി ഉളൂ ഉണ്ടാക്കുക, പക്ഷേ അത് കേട്ട ഭാവം നടിക്കാതെ ഫക്കീർ തന്റെ ഇരിപ്പ് തുടർന്നതേയുള്ളൂ. ളുഹുർ നിസ്കാരം കഴിഞ്ഞു, ഫക്കീർ നിസ്കരിച്ചില്ല. ആളുകൾ അത്ഭുതപ്പെട്ടു. പലരും അയാളോട് നിസ്കരിക്കാൻ പറഞ്ഞു. അയാൾ അനങ്ങാതെ നിശബ്ദനായി ഇരുന്നു. നേരം അസറായി, ബാങ്ക് മുഴങ്ങി, അപ്പോഴും അയാൾക്ക് കുലുക്കമില്ല. ആളുകൾ ഉടനെ ഉമറുൽ ഫാറൂഖിന് വിവരം കൊടുത്തു. ധർമ്മരോഷത്താൽ കലിതുള്ളിക്കൊണ്ട് ഉമറുൽ ഫാറൂഖ് ഓടിയെത്തി. ഫക്കീറിനോട് അദ്ദേഹം ചോദിച്ചു, നിസ്കരിക്കാത്തത് എന്താണ്? അപ്പൊ ഇയാൾ മൗനം, മറുപടിയൊന്നുമില്ല. ളുഹുർ അസറൊക്കെ കഴിഞ്ഞിക്കണ്, കാക്ക നിസ്കരിക്കണില്ല. ഉമർ റളിയല്ലാഹുവിനെ ചോദിച്ചു, എന്തോ നിസ്കരിക്കാത്തത്? എന്താ ഒരു പുതിയ ആള് നിസ്കരിക്കാത്തൊരു ഫക്കീർ എവിടുന്ന? മുണ്ടണില്ല. ഉടനെ എഴുന്നേറ്റ് പോയി ളുഹുർ നമസ്കാരം ഖളാ വീട്ടുകയും അസർ നിസ്കരിക്കുകയും ചെയ്യണം. ഇല്ലെങ്കിൽ ഉമറിന്റെ വാൾ നിയമ നടപടിയെടുക്കുമെന്ന് ഓർത്തുകൊള്ളണം. ഫക്കീറിന് കുലുക്കല്ല, മൗനം ഉണ്ടായിരിക്കുന്നതാണ്. ഉമറിന്റെ ക്ഷമയുടെ നെല്ലിപ്പടി കണ്ടു. അദ്ദേഹം വാളൂരിക്കൊണ്ട് ആക്രോശിച്ചു. എഴുന്നേറ്റ് പോയി നിസ്കരിച്ചില്ലെങ്കിൽ ഈ ഗഡ്ഗം വിധി നടപ്പിലാക്കും. വാളൂരി ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു നോക്കി. മൗനം, മൗനം, മൗനം. ഉണ്ടണില്ല. പിന്നെ താമസമുണ്ടായില്ല. ഉമറിന്റെ വാൾ ഉയർന്നു താഴ്ന്നു. ഉമറിന്റെ വാള് ഉയർന്നു താഴ്ന്നു. അത് ഫക്കീറിന്റെ പെരടിയിലേക്ക് താഴുന്നത് നോക്കി നിർനിമേഷരായി ശ്വാസമടക്കി പിടിച്ചു നിൽക്കുകയാണ് ജനങ്ങൾ. അതാ ആ വാള് ഫക്കീറിന്റെ പിരടിയിൽ പതിക്കുമ്പോഴേക്കും അത്ഭുതം സംഭവിക്കുകയായി. വാള് ഉമർ റളിയല്ലാഹുവിന്റെ വാള് ഫക്കീർ പാപ്പാടെ പെരടിയിൽ തട്ടിയുള്ളൂ, മുറിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, തട്ടിയുള്ളൂ. അപ്പോഴേക്ക് അവിടെ അത്ഭുതം നടക്കുകയാണല്ലോ. ഇവർക്ക് അങ്ങനെയല്ലോ, ക്ലൈമാക്സിലെത്തുമ്പോൾ ഒരു അത്ഭുതം നടക്കും. ആ ഫക്കീർ ഒരു പരുന്തായി മാറി, അന്തരീക്ഷത്തിൽ പറന്നുയർന്നു. ആ ഉമർ റളിയല്ലാഹുവിന് പാവം നോക്കി ഇങ്ങനെ നിന്ന്, താപ്പ ചെയ്യ വാളെടുത്തൊരു വിട്ടുകൊടുത്തതാ, പരുന്തായി പറന്നു. ഉമർ റളിയല്ലാഹുവിനെ ആകെ വിഷമിച്ചു നിന്നു. അതോടൊപ്പം ഒരു അശരീരി മുഴങ്ങി. ഒരു അശരീരിയ പറയുന്ന ആളില്ല, ഒരു മുഴക്കം. എന്താ? ഉമറേ, ഉമറേ, എന്റെ ആരിഫാണത്, അദ്ദേഹത്തെ വെറുതെ വിടുക. നോക്കി നിങ്ങൾ, എന്റെ ആരിഫാണത് എന്ന് പറഞ്ഞാൽ എന്നെ നന്നായി മനസ്സിലാക്കിയ ആരിഫാണ്, അയാളെ വെറുതെ വിടണമെന്ന്, ഒന്നും ചെയ്യാൻ പോകരുത്. ഉമർ റളിയല്ലാഹുവിനും വിട്ടുകൊടുത്തില്ല. ഇത് കേട്ട് ഉടനെ ധർമ്മരോഷത്താൽ കലി തുള്ളി നിൽക്കുന്ന ഉമറുൽ ഫാറൂഖ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. എന്താ വിളിച്ചു പറഞ്ഞ്? അല്ലാഹുവേ, നിന്റെ ആരിഫാണ് അയാളെങ്കിൽ അയാളെ നിന്റെ സന്നിധിയിൽ ഇരുത്തിക്കൊള്ളണം. ഇത് ഉമർ ഭരിക്കുന്ന നാടാണ്. ഇവിടെ ശരീഅത്ത് നിയമങ്ങളുടെ ലംഘിച്ചു കഴിഞ്ഞാൽ അത് ലംഘിക്കുന്ന ഏതൊരുത്തന്റെ പെരടിയിലും ഈ വാള് താഴാതിരിക്കില്ല. നിന്റെ ആരിഫാണെങ്കിൽ അവിടെ ഇരുത്തിക്കോ, ഇത് ഉമറിന്റെ നാടാണെന്ന് ഉമർ റളിയല്ലാഹു പറഞ്ഞു. കെട്ടുകഥയാണ്, കള്ളക്കഥയാണ്. ഇതിന് സനതൊന്നും ചോദിക്കരുത്, കഥ ഈ ചോദ്യമൊന്നുമില്ല. പക്ഷേ ബഹുമാനപൂർവ്വം നമ്മുടെ സഹോദരന്മാര് വലിയ കാര്യമായിട്ട് കൊണ്ട് നടക്കുന്ന വ്യാഖ്യാനത്തിലായി ഇതുള്ളത്. നോക്കണം നിങ്ങൾ, ഇവരിതിലൂടെ പ്രചരിപ്പിക്കുന്നത് എന്താ? ഇവർക്ക് നിസ്കാരം വേണ്ട. ഈ ബുക്ക് വായിച്ചിട്ടാണ് ഈ കള്ളന്മാരൊക്കെ നമ്മുടെ കേരളത്തിൽ ജീവിക്കുന്നത്. ഇവരൊക്കെ ഈ കേരളത്തിൽ വളർന്നത് അതുകൊണ്ടാ.
ഇവർക്ക് നിസ്കാരം വേണ്ട, ഇവർക്ക് നോമ്പില്ല, ഇവർക്ക് 40 തടി. 40 തടിയായ പിന്നെ സുഖല്ലേ? നിസ്കരിക്കാത്തത് കണ്ടാ പറയും അതിനക്കല്ല വേറെ തടിയാണ്. അയാളോട് ചോദിച്ചാൽ പറയും അത് വേറെ തടിയാ. ഇങ്ങനെ ഇവർക്ക് ഒഴിഞ്ഞു മാറാലോ. മുഹീദ്ദീൻ ശൈഖിന്റെ പേരിൽ പോലും ഇവരത് പറഞ്ഞു. എന്ത്? യഖൂലൂന യാ ഹാദാ തറക്താ സലാതക വലം യഅലമു അന്നി ഉസല്ലി ബിമക്കത. അവരിതാ എന്നോട് ചോദിക്കുന്നു, എന്തേ ശൈഖേ നിങ്ങൾ നിസ്കരിക്കാത്തത്? ശൈഖ് ജീലാനി നിസ്കരിക്കൂലാന്ന്. നമ്മളാ മുഹീദ്ദീൻ ശൈഖിനെ കുറ്റം പറയുന്നവര്. ഇവർ പറയും ശൈഖ് ജീലാനിയെ വിമർശിക്കുന്നു എന്ന്. നാം വിമർശിക്കുകയല്ല, അദ്ദേഹത്തിന്റെ യഥാർത്ഥ ആശയം ജനങ്ങളോട് പറയാണ്. മഹാനവറുകൾ നമസ്കരിക്കുന്നയാളായിരുന്നു, മഹാനവറുകൾ അത്യുജ്വല വാഗ്മിയായിരുന്നു, അത്യുജ്വല പ്രഭാഷകനായിരുന്നു, ഒരുപാട് ആളുകൾക്ക് ഹിദായത്തിന്റെ മാർഗം കാണിച്ചു കൊടുത്തൊരു മഹാനായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. കള്ളക്കഥകൾ പലരും പലതും എഴുതിയിട്ടുണ്ട്. അതിനൊന്നും മഹാന്മാർ ഉത്തരവാദികളല്ല. ഈസാ നബിയെ പറ്റി ക്രിസ്ത്യാനികൾ എന്തൊക്കെ എഴുതി, മറിയം ബീവിയെ കുറിച്ച് ക്രിസ്ത്യാനികൾ എന്തൊക്കെ എഴുതി, ഇബ്രാഹിം നബിയെ കുറിച്ച് മുശ്രിക്കുകൾ എന്തൊക്കെ പറഞ്ഞു, ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് മുശ്രിക്കുകൾ എന്തൊക്കെ പറഞ്ഞു, അതിനൊന്നും മഹാന്മാർ ഉത്തരവാദികളല്ലല്ലോ. അപ്പൊ നാം മനസ്സിലാക്കുക, ഈ നിലക്കുള്ള അബദ്ധങ്ങളായ ധാരണകൾ ഈ സമുദായത്തിൽ കൊണ്ടുവന്ന് ഇവർ ഈ നിലക്ക് ജനങ്ങളോട് പറയാൻ തുടങ്ങിയെന്ത്? ഇവർ നിസ്കരിക്കുന്നത് കാണൂല. അപ്പൊ നല്ല സുഖമായി ഇപ്പൊ നമ്മുടെ പത്രകോളങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്കൊക്കെ വളം വെച്ചു കൊടുത്തത് ഈ വിഭാഗമാണ്. ഇവരാണിന്ന് ഈ വ്യാജ ദൈവങ്ങളെ എന്ന് പറയുന്ന ആൾ ദൈവങ്ങളെ, സിദ്ധന്മാരെ ഒക്കെ തീറ്റിപ്പോറ്റി പാലൂട്ടി വളർത്തി ഉണ്ടാക്കിയത്. ഇപ്പൊ പിടിക്കപ്പെട്ടിട്ടില്ല, പക്ഷേ തെരയാണ്, പോലീസ് അന്വേഷണത്തിലാണ്. തൃശ്ശൂർ ജില്ലയിൽ ഒരു ചങ്ങാതി, അയാളെ പേര് നീണ്ടൊരു പേരാ, ജലാലുദ്ദീനുൽ ബാഗ്ദാദി എന്നാണ് പോലും. അയാളങ്ങനെ കാണേണ്ടത് ഞങ്ങള്. ഞാൻ കണ്ടു അയാളെ CD ഉണ്ട് നമ്മളെ കയ്യിൽ. അയാളിങ്ങനെ കണ്ടു നോക്കുമ്പോൾ കണ്ടാൽ ഒരുവിധം മനസ്സ് ഇതുള്ളവനൊക്കെ ഛർദിക്കും. കണ്ടാൽ തന്നെ എന്താണ് ആ കോലം, ജടയും മുടിയും, അങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ കയറ് പിരിച്ചു വെച്ചതുമാതിരി ചകിരി പിരിച്ചു വെച്ചതുപോലെ കാലിൻ്റെ നിലത്തിട്ട് അഴയാണ് അയാളെ മുടി, അങ്ങനെ പിരിച്ച് ഇങ്ങനെ കെട്ടിയിരിക്കുക. ഒരു ഭീകര ജന്തു. ആ സാധനത്തെ അങ്ങനെ ക്ലോസപ്പിൽ കാണിക്കണുണ്ടതിൽ. അയാളെ പ്രത്യേകത എന്താ? അയാൾ പെങ്ങള് തങ്ങളാണല്ലോ. എന്താ ഈ പെങ്ങള് തങ്ങള്? സ്വന്തം പെങ്ങളെ കല്യാണം കഴിച്ച്, പെങ്ങളെ തന്നെയാണല്ലോ കല്യാണം കഴിച്ച്. മാത്രമല്ല ബാപ്പ കുറെ എതിർത്ത് നോക്കിയെന്ന് പറയും. എടാ അതിൻ്റെ മോളല്ലേ, അതിൻ്റെ പെങ്ങളല്ലേ, അതിന് ബാപ്പാനെ നന്നായി പെരുമാറി എന്നാണ് പറയുന്നത്. എന്തായാലും ആ ചങ്ങാതി ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പിടിച്ചിട്ടൊന്നുമില്ല. വീടിന് കാവലായി 10-40 ഗുണ്ടകളുണ്ട് എന്നാണ് പത്രം റിപ്പോർട്ട് ചെയ്തത്. പിടിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ എത്ര ആളുകൾ. ഈ ആളുകൾക്കൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ആളുകൾക്കൊക്കെ വളം വെച്ചു കൊടുത്തത് ആരാണ്? ഈ കള്ളന്മാരെ പിടിക്കാൻ വേണ്ടി ഇപ്പോ പെരുങ്കള്ളന്മാര് തന്നെ രംഗത്ത് എന്ന് പറഞ്ഞതുപോലെ ചിലരിപ്പോ രംഗത്ത് വന്നിട്ടുണ്ട്. അവർ പറയാണ് പിടിക്കണം. എന്താ, ചില കേന്ദ്രങ്ങളിലൊക്കെ ഭയങ്കര ബേജാറ് തുടങ്ങി. സ്വാമിമാരെ പിടികൂടി തുടങ്ങി എന്ന് കണ്ടപ്പോ കുമ്മനം രാജശേഖരന് ഞെട്ടി. മൂപ്പര് പറഞ്ഞു, യഥാർത്ഥ സ്വാമിമാരെയും യഥാർത്ഥ ഗുരുക്കന്മാരെയും പിടിക്കാനുള്ള ഒരു വേദിയായി ഇത് ഉപയോഗപ്പെട്ടാൽ ഞങ്ങൾ തിരിച്ചടിക്കും. അപ്പോഴേക്ക് മറ്റേ ശൈഖുനിയും കിടുങ്ങി. അയാൾ പറയണ്, വ്യാജ ശൈഖുമാരുടെ മറവിൽ യഥാർത്ഥ ശൈഖുമാരെ പിടിച്ചാ ഞങ്ങളും തിരിച്ചടിക്കും. അപ്പോഴൊക്കെ അമ്മന്റെ കേന്ദ്രത്തിൽ നിന്ന് പറഞ്ഞു, ഞങ്ങളെ കേന്ദ്രം റെയ്ഡ് ചെയ്തോന്റെ കാല് കാണൂല. മനസ്സിലായില്ലേ? ഇനിയിപ്പോ അതൊന്നും നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഈ അന്ധവിശ്വാസങ്ങളൊക്കെ ഈ സമൂഹത്തിലേക്ക് കൊണ്ടുവന്നു എന്ന് മാത്രമല്ല, ഇവരിപ്പോ ഈ സമൂഹത്തിലേക്ക് കൊണ്ടുവന്ന ചില സാമ്പിളുകൾ നമ്മളൊന്ന് അറിയേണ്ടതുണ്ട്. വളരെ പെട്ടെന്ന് ചില കാര്യങ്ങൾ പറയാ. ആരാ ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നറിയാൻ നിങ്ങൾ നോക്കൂ. ഒരു തങ്ങളെ പേരാണ് പടിപൊളി തങ്ങൾ. എന്താ ആൾക്കാ പേര് വരാൻ കാരണം? മുജാഹിദ് പ്രസ്ഥാനേ ഇതുപോലുള്ള സെന്ററുകളും പ്രഭാഷണങ്ങളും അവരുടെ പ്രസംഗങ്ങളിലെ മുഖ്യ വിഷയങ്ങളൊക്കെ ഈ വിഷയമൊക്കെ ആക്കുമ്പോ ചിലർക്ക് ഭയങ്കര പരിഹാസമാണ്. ഇവർ വെറും വിമർശനാണ്. ഇവർക്ക് തന്നെയാണ് പണി. ഇത് പറഞ്ഞ് അതൊക്കെ വിമർശിക്കേണ്ടതില്ല. നമുക്കിവിടെ കോളയും എക്സ്പ്രസ് ഹൈവേയും ഒക്കെ പറയാനില്ലേ, ജനകീയ പ്രശ്നങ്ങൾ പറയാനില്ലേ എന്ന് പറഞ്ഞ് ഇത്തരം അന്ധവിശ്വാസങ്ങൾക്കെതിരെ ശക്തമായ പ്രബോധന പ്രവർത്തനങ്ങളുമായി പോകുന്ന സലഫി സംഘടനകളെ വളരെ മോശമായി ചിത്രീകരിച്ച ജമാഅത്തുകാരന്റെ പത്രം ഇപ്പോ ഞെട്ടിപ്പോകുന്നു. ഞെട്ടാണ് അവർക്ക് ഓരോ ദിവസവും. എത്ര മഷിയാ ചെലവഴിക്കുന്നത്, എത്ര പേജാ ചെലവഴിക്കുന്നത്. ദൈവത്തെക്കാൾ വലിയ പൂജാരിമാർ, ഡോക്ടർമാരായ തങ്ങന്മാർ. ഒരു ഹെഡിങ് ആണ് അതിൽ പറയാണ്, വീടിന്റെ പടിയാണ് മാറാരോഗത്തിനും ദാരിദ്ര്യത്തിനും കാരണമെന്ന് പറഞ്ഞ് 50 വീടുകളുടെ പടി പൊളിപ്പിച്ച പടിപൊളി തങ്ങൾ. കേട്ടോ, പടിപൊളി തങ്ങൾക്ക് ആ പേരിട്ടാൻ കാരണം എന്താ? ഇയാൾക്ക് പരിപാടി വീട് ഇങ്ങനെ പോയി നോക്കും. വീട് പോയെങ്കിലും അതിൻ്റെ ഉമ്മറപ്പടി ശരിയല്ല, അതിൻ്റെ കിണർ ശരിയല്ല, അടുക്കള ആ ഭാഗത്താണ്, ഇങ്ങേ പുറത്തേക്ക് പുക ഉയരുന്നുണ്ട്, കക്കൂസ് മറ്റേ ഭാഗത്തായി പോയി, അതുകൊണ്ട് പൊളിക്കണം.
സാധുക്കൾ കെട്ടിയുണ്ടാക്കിയ 50ഓളം വീടുകൾ ഔദ്യോഗിക കണക്കനുസരിച്ച് ഈ പടിപൊളി തങ്ങൾ പൊളിപ്പിച്ചു എന്നാ പറയുന്നത്. എവിടെ? പടന്നയിലും ചെറുവത്തൂരിലും. കേരള ഒട്ടുക്കല്ല, കാസർഗോഡ് ജില്ലയിലെ 2 പ്രദേശങ്ങളായ പടന്നയിലും ചെറുവത്തൂരിലും മാത്രം 50ഓളം മുസ്ലിമീങ്ങളുടെ വീടുകൾ ഈ പടിപൊളി തങ്ങൾ പൊളിപ്പിച്ചു എന്നാണ് കണക്ക്. ഇതൊന്നും മുജാഹിദീങ്ങളെ വീടല്ല. മുജാഹിദീങ്ങൾ അതിന് കിട്ടൂല. യഥാർത്ഥ സലഫികളെ ഇതിന് കിട്ടൂല. കാരണം അവര് വിശ്വാസം പഠിച്ചിട്ടുണ്ട്. ഉമ്മറപ്പടിയല്ല ഹൈറും ഷർറും ഉണ്ടാക്കുന്നത്, കിണറല്ല ഹൈറും ഷർറും ഉണ്ടാക്കുന്നത്, കട്ടിളപ്പടിയല്ല ഹൈറും ഷർറും ഉണ്ടാക്കുന്നത്, ഏതെങ്കിലും ജീവികളുടെ ശബ്ദമല്ല, ഏതെങ്കിലും പ്രത്യേകമായ സ്ഥലങ്ങളല്ല ഹൈറും ഷർറും ഉണ്ടാക്കുന്നത്. വൽ ഖദ്രി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. ഹൈറും ഷർറുമായ സർവകാര്യങ്ങളും അല്ലാഹുവിന്റെ തീരുമാനപ്രകാരമേ വരികയുള്ളൂ. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത. റബ്ബേ, നീ നൽകിയത് തടയാൻ ഒരാളുമില്ല. വലാ മുഅ്തിയ ലിമാ മനഅ്ത. നീ തടഞ്ഞതിനെ കൊടുക്കാനും ഒരാളുമില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിന് എനിക്കെന്ത് വരുന്നതും എൻ്റെ നാഥന്റെ തീരുമാന പ്രകാരമാണ്. അതുകൊണ്ട് ഖുൽ ഹസ്ബി അല്ലാഹ്, പറഞ്ഞോളൂ എനിക്ക് അല്ലാഹു മതി, എനിക്ക് അല്ലാഹു മതി. ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹു മതി. വനിഅമൽ വക്കീൽ, ഏത് കാര്യവും വരമേൽപ്പിക്കാൻ പറ്റിയവൻ അവനല്ലയോ. ഇത് വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിനെ ഈ തട്ടിപ്പുകാരുടെ കേന്ദ്രങ്ങളിൽ കാണില്ല. മാത്രമല്ല, നിങ്ങൾ നോക്കൂ, ഇവർക്ക് വേറെയും ഒരുപാട് പണിയുണ്ട്. ഇനി മറ്റൊരു പരിപാടി എന്താണ്? ഒരു തങ്ങളുടെ പേര് വടിത്തങ്ങൾ എന്നാണ്. വടിത്തങ്ങൾ മറ്റേ പടിപൊളിയാണ്, ഇത് വടിത്തങ്ങളാണ്. അയാൾക്ക് പരിപാടി വന്ധ്യതക്ക് ചികിത്സിക്കലാണ്. എവിടെയുമില്ലാത്ത വേഷവും കെട്ടി വടിയും വീശി ഇയാൾ നടക്കും. അങ്ങനെ ഒരു വടിയും വീശിയിട്ട് ഇങ്ങനെ നടക്കലാണ്. മാത്രമല്ല, ഇനിയും തീർന്നിട്ടില്ല. കല്ലുവെട്ട് തൊഴിലാക്കിയിരുന്ന കല്ലുടക്കാൻ നിന്ന സ്ത്രീക്ക് വെളിപാട്. പാറമടയിൽ കല്ലുടക്കാൻ നിന്നിരുന്ന ഒരു പെണ്ണിപ്പോൾ വലിയ ബീവിയായി മാറിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുമുണ്ട്. അതുകൊണ്ടും തീർന്നിട്ടില്ല. മന്ത്രവാദത്തിൻ്റെതായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി അതിനുവേണ്ടി തന്നെ ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു ചങ്ങാതി, അയാളുടെ കഥ പറയുന്നത്, ഇയാൾക്ക് പ്രത്യേകമായി അയാളുടെ പ്രത്യേകതകൾ, അദൃശ്യകാര്യങ്ങൾ അറിയുകയും ശത്രുക്കൾ ചെയ്തു കുഴിച്ചിട്ടവ സിദ്ധിയിലൂടെ കണ്ടെത്തുകയും ചെയ്യുമത്രേ ഉസ്താദ്. ഖാദർ ഉസ്താദാ. എന്നാൽ എല്ലാരും അദൃശ്യവും ഇയാൾ പറയും. എന്നാൽ സ്വന്തം പിതാവിനെ കാണാതായപ്പോൾ നാട് നീളെ നടന്ന് തെരഞ്ഞു പിടിച്ചത് നാട്ടുകാരാണ്. എല്ലാരെയും അദൃശ്യം ഇയാൾ പറഞ്ഞു കൊടുക്കും. സ്വന്തം പാപ്പാനെ കാണാതായപ്പോ തെരഞ്ഞത് നാട്ടുകാരാ. ഇയാൾക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഇനിയോ, സ്വന്തം വീട്ടുകിണറ്റിൽ വീണ് ചത്ത പൂച്ചയെ ചീഞ്ഞഴുകി ദുർഗന്ധം വമിച്ചപ്പോൾ മാത്രമാണ് കണ്ടെത്തിയതെന്ന അനുഭവ സാക്ഷ്യവും നാട്ടുകാർക്കുണ്ട്. അത്രയും ദിവസം ഉസ്താദടക്കം കുടിവെള്ളമായി ഉപയോഗിച്ചത് ഈ കിണറിലെ വെള്ളം തന്നെയായിരുന്നു. സ്വന്തം കിണറ്റിലെ പൂച്ച എത്തിട്ട് നാറിയത് മൂപ്പര് അറിഞ്ഞില്ല. ആരാന്റെ കിണറ്റിലെ വെള്ളവും കിണറും ഒക്കെ മൂപ്പര് പറയും. സ്വന്തം കുടുംബ വഴക്ക് തീർക്കുന്നതിലും ഉസ്താദ് പരാജയപ്പെട്ടു. 3 ഭാര്യമാരിൽ ഒരാളെ ബന്ധുക്കൾ തന്നെ വിവാഹമോചനം നടത്തി. ശേഷിക്കുന്ന 2 പേരെ കുടുംബ വഴക്ക് മൂത്തപ്പോൾ തലാക്ക് 3 ചൊല്ലി. പിന്നീട് തിരിച്ചു വിളിക്കാൻ ഫത്വ തേടിയെങ്കിലും ലഭിച്ചില്ല. എങ്കിലും ഇപ്പോൾ 2 പേരും ഭാര്യാ പദവിയിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനി കേട്ടോളൂ, ഉസ്താദിന്റെ വീട്ടിലെ വഴക്ക് കണ്ട് സ്വന്തം കുടുംബ തർക്കം പറയാനാവാതെ തിരിച്ചുപോയ കസ്റ്റമേഴ്സുമുണ്ട്. കുടുംബ തർക്കം പറയാനാ ഇവിടെ നോക്കുമ്പോ പൊരിഞ്ഞ അടിയാ. ഇവിടെ ഔലിയും പെണ്ണുങ്ങളും തമ്മിൽ അടിയാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് കള്ളന്മാർ, ഈ കള്ളന്മാരെയൊക്കെ ഇപ്പൊ പിടിക്കണം എന്നാണ് ഇപ്പോ ആര് പറയണത്? എന്താ ഞാൻ പറയേണ്ടത്? ഇയാള് പറയണത് മതപണ്ഡിതരെയും സയ്യിദന്മാരെ അവഹേളിക്കരുത്. കാന്തപുരം എന്താ ചാരിത്ര പ്രസംഗം നോക്കി നിങ്ങൾ. ഭയങ്കര അവകാശവാദമാണ് ഇപ്പൊ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ രൂപത്തിലുള്ള അന്ധവിശ്വാസം, ഞാൻ അതിലേക്കൊന്നും ഇപ്പൊ പ്രവേശിക്കുന്നില്ല, ഈ രൂപത്തിലുള്ള സകല അന്ധവിശ്വാസങ്ങളും ഈ സമുദായത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നത് ആരാ സുഹൃത്തുക്കളെ? ഈ രൂപത്തിലുള്ള മാലയുടെ പ്രചാരകരാണ്, ഈ പണ്ഡിതന്മാരാണ്, ഈ ആളുകളാണ്. ഇവരെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന മുഖ്യ പണിയാണ് ഇസ്ലാമിക പ്രബോധകന്മാർക്ക് നിർവഹിക്കാനുള്ളത്. അവരെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തണം. നമ്മുടെ സഹോദരങ്ങൾ പഴച്ചുപോയിക്കൂടാ, അവർക്ക് ഈ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അങ്ങനെ നാം അവരെ രക്ഷപ്പെടുത്തുന്നതോടൊപ്പം ഇത്തരത്തിലുള്ള ക്ഷുദ്രകൃതികളോട് വിട പറയുന്നതോടൊപ്പം നാം യഥാർത്ഥമായ കൃതികൾ വായിക്കാൻ, പഠിക്കാൻ, ഉൾക്കൊള്ളാൻ നാം തയ്യാറാവണം. നമ്മുടെ വീടുകളിൽ നിന്ന് മാലയും മൗലിദും പടിയിറങ്ങി പോയാൽ മാത്രം പോരാ. ആ സ്ഥാനത്ത് വിശുദ്ധ ഖുർആൻ കയറി വരണം. വിശുദ്ധ ഖുർആനിന്റെ പഠനം നടക്കണം. ആ സദസ്സുകളിലേക്ക് നമ്മൾ ഹാജരാവണം. ഖുർആനിനെ നന്നായി പഠിക്കാനും ഹദീസുകൾ പഠിക്കാനും അതനുസരിച്ച് നമ്മുടെ ജീവിതം നന്നാവണം. നമ്മുടെ വീട് ഇസ്ലാമികമാവണം. നമ്മുടെ വീട്ടിൽ മാല മൗലൂദിന്റെ ശബ്ദങ്ങൾ മാറിയിട്ട്
പകരം സിനിമാ ഗാനങ്ങൾ വന്നതുകൊണ്ട് കാര്യമായില്ല. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ, പഠനങ്ങൾ, പടച്ചതമ്പുരാനെ സംബന്ധിച്ചുള്ള ഭയമുണ്ടാക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കാസറ്റുകൾ, അതുപോലെ തന്നെ ഇസ്ലാമികമായ വിശ്വാസാചാരങ്ങളെ സംബന്ധിച്ച് മുടിനാരിഴകീറി കൃത്യമായി വിശദീകരിക്കുന്ന പഠനങ്ങൾ ഒക്കെ നാം പഠിച്ചു മനസ്സിലാക്കി നമ്മുടെ അഖീദ ശരിയാക്കേണ്ടതുണ്ട്, കർമ്മം ശുദ്ധിയാക്കേണ്ടതുണ്ട്, സ്വഭാവം ശുദ്ധിയാക്കേണ്ടതുണ്ട്. അങ്ങനെ യഥാർത്ഥ മുസ്ലിമീങ്ങളായി നമ്മൾ മാറിയാൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് സഹായം കിട്ടും. അതിനാ നമ്മൾ ഈ പ്രവർത്തിക്കുന്നത്. ആ മാർഗത്തിൽ നാം എല്ലാവരും അവരവരുടെ ഉത്തരവാദിത്തം നിർവഹിക്കണം. ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടിയത് കൊണ്ടൊന്നും കാര്യമില്ല. ഞാൻ ഇന്ന് ഖുതുബയിൽ നിങ്ങളോട് സൂചിപ്പിച്ചതുപോലെ ഈ വ്യാജന്മാർക്കെതിരിലുള്ള സമരങ്ങളൊക്കെ തുടങ്ങിയത് പലരും പല ഉദ്ദേശത്തിലാണ്. അവരൊക്കെ മാളത്തിലേക്ക് ഉൾവലിയാൻ അധികം താമസം ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് ഉൾവലിയാനൊക്കില്ല. നാം അന്നും ഇന്നും ഇനി എന്നും ഇത് തന്നെ ജനങ്ങളോട് പറയും. കാരണം നമുക്ക് വോട്ട് ബാങ്ക് കണ്ണിൽ കണ്ട് വിമർശനം തുടങ്ങിയതല്ല. വോട്ട് ബാങ്ക് പോകുന്നു കണ്ടാൽ അത് നിർത്തിവെക്കാൻ. നമ്മുടെ ലക്ഷ്യം അള്ളാഹുവിൻ്റെ വജ്ഹാണ്, അവൻ്റെ പൊരുത്തമാണ്, അവൻ്റെ സ്വർഗമാണ്. ആ സ്വർഗം നേടാൻ ഇത്തരത്തിലുള്ള വിഷയങ്ങളെ കൃത്യമായി പഠിച്ച് അതറിഞ്ഞിട്ടില്ലാത്തവരിലേക്ക് ഉത്ബോധനം നടത്തിക്കൊണ്ട് അവരെ യഥാർത്ഥമായ പാതയിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളിൽ ആവുന്നത്ര സഹകരണം ഓരോ മുസ്ലിമിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നാണ് എനിക്ക് എന്നോടും നിങ്ങളോട് എല്ലാവരോടും ഉണർത്താനുള്ളത്. ഇനിയും ഈ മാലയുമെന്ന് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ കൂടി ഉണർത്താനുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും പതറാതെ തളരാതെ എത്ര വിമർശനങ്ങൾ ഉണ്ടായാലും മനക്കരുത്തോടുകൂടി ഈ ദീനിനെ ദഅവത്ത് നടത്താൻ ആർജവമുള്ള നല്ലവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇസ്ലാമികമായ ദഅവത്തിൻ്റെ മേഖലയിൽ എല്ലാ രൂപത്തിലുമുള്ള ഇഖ്ലാസ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ശാരീരികവും മാനസികവുമായ രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. നമ്മയും അവരെയും അവൻ്റെ സ്വർഗീയാരാമത്തിൽ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.